ക്രിമിനോളജിയും പീനോളജിയും എന്നുള്ള സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു അപ്രോച്ചായിരിക്കും ഈ തവണയും. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ക്രിമിനോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തിൻ്റെയും പ്രധാന കാര്യങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് സ്ഥിരം എൻ്റെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. ആ ഒരു രീതി തന്നെയായിരിക്കും നമ്മൾ ഈ ക്ലാസ്സും പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഒരു ഓവറോൾ ഐഡിയ ആണ് നമുക്ക് ആ ഒരു 2 മണിക്കൂർ കൊണ്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഡെപ്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതായിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഓരോ മൈന്യൂട്ട് ടോപ്പിക്കുകളും. പക്ഷേ ഓവറോളായിട്ട് ഈ സബ്ജക്റ്റിനെ ലളിതമായി എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ക്രിമിനോളജി എന്നുള്ള സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ ലോ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിയമങ്ങൾ പഠിക്കും. അതാണല്ലോ ലോയിൽ പഠിക്കുന്നത്, അല്ലേ? പലതരത്തിലുള്ള നിയമങ്ങൾ, ലാൻഡ് നിയമങ്ങൾ, പ്രോപ്പർട്ടി നിയമങ്ങൾ, എൻവയോൺമെൻറ്റൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ. ഇതെല്ലാം നിയമങ്ങളാണ്. ഈ പലതരത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നിയമങ്ങളും നിയമങ്ങളിലെ സെക്ഷൻസും കേസ് ലോയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. കുറച്ചുകൂടെ ഒരു തിയറി ബേസ് ചെയ്തിട്ട് ഒരു കൺസെപ്ച്വലായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു ജൂറിസ്പ്രുഡൻസ്. ഈ നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന നിയമങ്ങൾ, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തിയറിയുടെ ആസ്പെക്റ്റ് കൂടുതലുള്ള ഒരു പേപ്പറായിരുന്നു ജൂറിസ്പ്രുഡൻസ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പേപ്പറിനെയും കാണാം. ക്രിമിനോളജിയാണ്. ക്രിമിനോളജിയിൽ നമുക്ക് ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ പോലെയുള്ള പേപ്പറല്ല. ഇതൊരു സ്റ്റഡിയാണ്, ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ക്രൈമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജൂറിസ്പ്രുഡൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയുള്ളൊരു അപ്രോച്ചാണ് ഇതിന് വേണ്ടത്. കാര്യം മറ്റ് തരത്തിലുള്ള നിയമങ്ങൾ ഇല്ല. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം പ്രോബ്ലംസ് കാണില്ല, ജൂറിസ്പ്രുഡൻസിൽ പ്രോബ്ലം ഇല്ലാത്തതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസം ഈ ക്രിമിനോളജി ആൻഡ് പീനോളജി എന്നുള്ള ആ ഒരു സബ്ജക്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ക്ലാസ് എപ്പോഴും ഒരു എക്സാം പെർസ്പെക്റ്റീവിലായിരിക്കും. എന്നാൽ സബ്ജക്റ്റിൻ്റെ അകത്തൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ സിലബസിലെ പ്രധാന കാര്യങ്ങളെല്ലാം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സിലബസിലുള്ളതുപോലെ തന്നെ ഒരു 4-5 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ട് ഈ 4-5 മൊഡ്യൂളുകളായിരിക്കും നമ്മളൊരു 2-3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സിലബസിൽ 5 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഞാനൊരു 6ാമതുള്ള കുറച്ച് കാര്യങ്ങളോട് ചേർത്തൊരു 6ാമതൊരു മൊഡ്യൂളൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 മൊഡ്യൂളുകളിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ മൊഡ്യൂളിൽ ഈ ക്രിമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ട പല സ്കൂൾസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്രിമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്കൂളുകളാണ് ആദ്യ മൊഡ്യൂളിലുള്ളത്. 2ാമത്തെ മൊഡ്യൂളിൽ ക്രിമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ട പല തിയറികളാണ്. ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട തിയറി, ഒരു ക്രൈം ഉണ്ടാവുന്നതിൻ്റെ തിയറികൾ, എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഒരു കുറ്റം ഉണ്ടാവുന്നത്, അതാണ് 2ാമത്തെ മൊഡ്യൂൾ. 3ാമത്തെ മൊഡ്യൂളിലേക്ക് 4ാമത്തെ മൊഡ്യൂളിലും 5ാമത്തെ മൊഡ്യൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ക്രൈം അല്ലാതെ പിന്നെ പണിഷ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിക്കും, പീനോളജിയെ പറ്റി പഠിക്കും. അപ്പോൾ ആ പണിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഡ്സ്, പോലീസ്, അങ്ങനെയുള്ള പല പല ആസ്പെക്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. അവസാനമായിട്ട് നമ്മൾ 6ാമതായിട്ട് ആഡ് ചെയ്ത മൊഡ്യൂളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിക്ടിംസിനെ പറ്റിയും പഠിക്കണം, ഇരകളെ പറ്റിയും പഠിക്കണം. അപ്പം വിക്ടിമോളജി നമുക്ക് പഠിക്കണം. അതേപോലെ ക്രിമിനൽസിൻ്റെ ചില സൈക്കോളജിക്കൽ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അരമണിക്കൂറാണ് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടുന്നെങ്കിൽ അരമണിക്കൂർ പഠിക്കുക, ബ്രേക്ക് എടുക്കുക, അതിനുശേഷം തിരിച്ചു വരിക, വീണ്ടും ബാക്കി കാര്യങ്ങൾ നോക്കി ഈ വീഡിയോ ഫുള്ള് കവർ ചെയ്യുക.
നോട്ട് കുറിച്ച് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കൂട്ടത്തിൽ തന്നെ നോട്ട് കുറിച്ച് പോകാം. റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി എന്നുള്ളത്. അതല്ല, ഒറ്റയടിക്ക് തന്നെ ഒരു 2 മണിക്കൂർ ഒറ്റയടിക്ക് സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് എൻ്റെ കൂടെ തന്നെ ഈ ഒരു പേസിൽ തന്നെ പോയാൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഈ സബ്ജക്റ്റ് കവറായി എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അത്രയും മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വിഷയത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് നമ്മുടെ മാതൃസ്ഥാപനമായ ക്ലിയർ ഐസിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. IAS, IPS, IFS തുടങ്ങിയ ഉയർന്ന ഗവൺമെൻറ് തസ്തികകളിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ മികച്ച പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ക്ലിയർ IAS. 2012 മുതൽ നിരവധി IAS, IPS, IFS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാൻ ക്ലിയർ IAS നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലിക്കാൻ ക്ലിയർ IASൽ അവസരമുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാറിലാണ് ക്ലിയർ IASൻ്റെ ഓഫ്ലൈൻ സെൻറ്റർ. സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പമോ ഡിഗ്രിക്ക് ശേഷമോ ക്ലിയർ IASൽ അഡ്മിഷൻ നേടി പരിശീലനം ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സിവിൽ സർവീസ്, LLB, ക്ലാറ്റ്, സ്കിൽ ട്രെയിനിങ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ മുഴുവൻ സമയ കോഴ്സുകൾക്കോ ക്രാഷ് കോഴ്സുകൾക്കോ സമ്മർ ക്യാമ്പുകൾക്കോ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ 9605741000 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ clearis.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആദ്യ മൊഡ്യൂള് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ക്രിമിനോളജി എന്നുള്ളതാണ്. ക്രിമിനോളജി എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ നേച്ചറും സ്കോപ്പും എന്താണ്? അപ്പോൾ ക്രിമിനോളജിയുടെ മലയാളം എന്താണ്? ക്രിമിനോളജി ക്രൈമും ഒരു ലോജിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ബയോളജി, അപ്പോൾ അതിനകത്തൊരു ബയോ പ്ലസ് ലോജിയാണ്. അതേപോലെ പല ഒരു ലോജി എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റഡി എന്നുള്ളതാണ്. അപ്പോൾ ക്രൈമിൻ്റെ ഒരു സ്റ്റഡിയാണ് ക്രിമിനോളജി. ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റമാണ്. അപ്പോൾ ഒരു കുറ്റശാസ്ത്രമാണ് ക്രിമിനോളജി. കുറ്റത്തിൻ്റെ ശാസ്ത്രമാണ് ക്രിമിനോളജി. അപ്പോൾ ഇതിനകത്ത് ഒരു ശാസ്ത്രം ഉണ്ടെന്നാണ്, എല്ലാത്തിനകത്തും ഒരു സയൻസ് ഉണ്ടെന്നാണല്ലോ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ക്രൈമിൻ്റെ ശാസ്ത്രം, കുറ്റത്തിൻ്റെ ശാസ്ത്രം, കുറ്റശാസ്ത്രം. അപ്പം ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ക്രിമിനോളജിയും രണ്ടാമത് പഠിക്കുന്നത് പീനോളജിയാണ്. പീനോളജി എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റിൻ്റെ സ്റ്റഡിയാണ്. പീനോളജി പണിഷ്മെൻറ്റിൻ്റെ സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ശിക്ഷാശാസ്ത്രമാണ്, ശിക്ഷയുടെ ശാസ്ത്രമാണ്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് വിക്ടിമോളജിയാണ്. വിക്ടിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരയാണ്. ഇര, ഒരു കുറ്റത്തിലെ ഇരയാണ് വിക്ടിം. ഇപ്പോൾ വിക്ടിമോളജി ഇരശാസ്ത്രമാണ്. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിലുള്ളത്. ഒന്നുകൂടെ ആവർത്തിക്കാം: ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജി. ക്രിമിനോളജി ഈസ് ദി സ്റ്റഡി ഓഫ് എ ക്രൈം, പീനോളജി ഈസ് ദി സ്റ്റഡി ഓഫ് പണിഷ്മെൻറ്റ്, ആൻഡ് വിക്ടിമോളജി ഈസ് ദി സ്റ്റഡി ഓഫ് വിക്ടിംസ് ഓഫ് എ ക്രൈം. അപ്പോൾ ഇത് 3 ഭാഗങ്ങൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റഡിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു തിയറിയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റുമാണ്. കാര്യം ഈ ഒരു സബ്ജക്റ്റിൽ ഒരു വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. ഈ ക്രിമിനോളജിയിൽ പല സബ്ജക്റ്റിൻ്റെ ഒരു ഓവർലാപ്പ് ഉണ്ട്, ഇൻ്റർലിങ്കിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബയോളജി ഉണ്ട്, ഇതിൽ സൈക്കോളജി ഉണ്ട്, ഇതിൽ സോഷ്യോളജി ഉണ്ട്, ഇതിൽ എക്കണോമിക്സ് ഉണ്ട്, ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ ചേർന്നാണ്, ലോ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ക്രിമിനോളജി. അപ്പോൾ ആ ഒരു ആംഗിൾ ഇത് നോക്കിയാൽ വളരെ രസകരമായി മനസ്സിലാക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിമിനോളജി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ പലർക്കും ഒരു ക്രിമിനോളജിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹവും ഒരു പക്ഷേ തോന്നിയേക്കാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ക്രിമിനോളജി പഠിക്കുമ്പം ക്രൈമുണ്ട്, പണിഷ്മെൻ്റ് ഉണ്ട്, അവിടെ ഒരു വിക്ടിമും അവിടെ നിൽപ്പുണ്ട്. ഈ ക്രൈമും പണിഷ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ക്രൈമും പണിഷ്മെൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പണിഷ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ക്രൈം ഉണ്ടാവണം അല്ലേ? അപ്പോൾ ആദ്യം നടക്കുന്ന കാര്യമാണ് ക്രൈം, രണ്ടാമത് അതിനെ ഫോളോ ചെയ്ത് വരുന്നൊരു കാര്യമാണ് പണിഷ്മെൻറ്റ്. അപ്പോൾ അതാണ് ക്രൈമും പണിഷ്മെൻറ്റും തമ്മിലുള്ള ഒരു ബന്ധം. ഒരുപക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പോലെയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള
അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ ഒഴിച്ചാൽ പൊതുവേ നമ്മൾ പറഞ്ഞാൽ പണിഷ്മെൻറ്റ് ഓൾവേസ് ഫോളോസ് എ ക്രൈം. അപ്പോൾ ക്രൈമാണ് ആദ്യം നടക്കുന്നത്, അതിന് ശേഷമാണ് പണിഷ്മെൻറ്റ് വരുന്നത്. പണിഷ്മെൻറ്റിന് തന്നെ പല പർപ്പസ് ഉണ്ട്. ചില പണിഷ്മെൻറ്റ് ഒരു റെട്രിബ്യൂട്ടീവ് മാനറിൽ, ഒരു നഖത്തിന് പകരം നഖം അല്ലെങ്കിൽ പല്ലിന് പകരം പല്ല് എന്നുള്ളൊരു ആംഗിളിൽ വരുന്ന പണിഷ്മെൻറ്റുകളുണ്ട്. പ്രിവെൻറ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റുകളുണ്ട്. ഡിറ്റർ ചെയ്യാനുള്ള പണിഷ്മെൻറ്റുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പണിഷ്മെൻറ്റുകളുണ്ട്. അപ്പോൾ പണിഷ്മെൻറ്റിനും പല പർപ്പസുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ക്രിമിനോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യാനൊന്ന് നോക്കാം. അപ്പം ഇതിലാദ്യം ക്രിമിനോളജിയുടെ ഒരു ഇൻട്രഡക്ഷനിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ സിലബസിൻ്റെ ഒരു ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. കാര്യം അപ്പോൾ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് സിലബസിൽ പറയുന്ന വാക്കുകൾ എടുത്തിട്ട് അഡീഷണലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇത് കഴിഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വായിക്കുവാണെങ്കിൽ തന്നെ അത് ടെക്സ്റ്റിൽ ഇപ്പോൾ ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ടെക്സ്റ്റിലില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ക്ലാസ്സിൽ പറയുകയും ചെയ്യും. അപ്പം ഇതൊരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല, എല്ലാ ക്ലാസ്സുകളെയും പോലെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിലും പുസ്തകങ്ങളിലും മറ്റ് സോഴ്സുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ എക്സാമ്പിൾസും കേസ് ലോസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷം ടെക്സ്റ്റ് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇനി പെയ്ഡ് കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ സബ്ജക്റ്റുമായിട്ടും. LLB സിലബസിലെ ആദ്യ സെമസ്റ്റർ തൊട്ട് അവസാന സെമസ്റ്റർ വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു ഓവർവ്യൂ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ലഭ്യമാക്കിയതിന് ശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡെപ്തിലേക്കുള്ള ക്ലാസ്സുകൾ ചേർത്ത് പെയ്ഡ് കോഴ്സുകളായിട്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ടൊക്കെ പദ്ധതിയിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഇത് ആദ്യത്തെ ക്ലാസ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷേ ഈ ഒരു ഫ്രീ ക്ലാസ് കേട്ടാൽ തന്നെ എക്സാമിന് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ മാർക്ക് കിട്ടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലും കൂടുതൽ മാർക്കുകളോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് മതിയാവുന്നില്ല, കുറച്ചും കൂടെ ഡെപ്തിൽ കാര്യങ്ങൾ വേണം എന്നുള്ളവർക്കോ ഒക്കെ ആ ഒരു പെയ്ഡ് കോഴ്സുകളിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്രിമിനോളജിയുടെ ഡെഫിനിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്രിമിനോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ക്രൈം, ക്രിമിനൽ ബിഹേവിയർ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമാണ്. ക്രൈമിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, ക്രിമിനൽ ബിഹേവിയറിൻ്റെ ഒരു പഠനമാണ്, അതേപോലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഒരു പഠനമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രൈമിൻ്റെ കാരണങ്ങൾ, ഒരു കുറ്റം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം തന്നെ ക്രൈം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, എല്ലാ ഒഫൻസുകളും അല്ലെ എല്ലാ റോങ്സും എല്ലാ തെറ്റുകളും ക്രൈം എന്നുള്ള പട്ടികയിൽ വരുന്നതല്ല. ചില സിവിൽ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രൈം എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല അല്ലേ. അതൊരു ഒരു റോങ് ആയിരിക്കാം, ഒരു തെറ്റായിരിക്കാം, പക്ഷേ അതൊരു ക്രൈം അല്ല അല്ലേ. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ബി ആ കോൺട്രാക്റ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് വയ്ക്കുക. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറിൽ ഒരു ആൾ ആ കരാറ് ലംഘിച്ചു. അപ്പോൾ അവിടെ ഒരു ക്രൈം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാര്യം എന്താ, ഇതൊരു സിവിൽ വിഷയമാണ്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് പബ്ലിക്കിന് കാര്യമായിട്ടുള്ള റോളില്ല. ഒരു പബ്ലിക്കിൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടില്ല. ഒരു പബ്ലിക് റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ക്രൈം അവിടെ സംഭവിച്ചു എന്ന് പറയുന്നത്. പ്രൈവറ്റ് റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പം അതൊരു സിവിൽ റോങ് ആണ് അല്ലേ. ഒരു ക്രിമിനൽ റോങ് സംഭവിക്കണമെങ്കിൽ പബ്ലിക്കിൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്യണം, പബ്ലിക് റൈറ്റ് വയലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രൈം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ക്രൈം എന്ന് പറയുന്ന കാര്യങ്ങളിനകത്ത് എന്തൊക്കെ ഉൾപ്പെടാം? ഒരു മർഡർ ക്രൈമാണ് അല്ലേ, അല്ലെങ്കിൽ റേപ്പ് ക്രൈമാണ്, തെഫ്റ്റ് ക്രൈമാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്രൈമിൻ്റെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങൾ ക്രൈമാണ്. അതല്ലാതെ തന്നെ ഓർഗനൈസ്ഡ് ക്രൈമുണ്ട്, വൈറ്റ് കോളർ ക്രൈമുണ്ട്, പലതരത്തിലുള്ള ഇപ്പോൾ സൈബർ ക്രൈമുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ക്രൈമുകളാണ്. പക്ഷേ അല്ലാതെ സിവിൽ രീതിയിലുള്ള പല കാര്യങ്ങളും, ഫാമിലി മാറ്റേഴ്സോ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു 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 ക്രൈം എന്നുള്ള രീതിയിൽ പലപ്പോഴും കാണാറില്ല. പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് അതിനെ ക്രൈമായിട്ട് കാണും, ചില സമയത്തിന് അതിനെ ഒരു സിവിൽ റോങ് ആയിട്ട് കാണാറുണ്ട്. എന്തെങ്കിലും ഉദാഹരണം നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇപ്പം അഡൾട്ടറി ഒരു കാലത്ത് ക്രൈമായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. സുപ്രീം കോടതി പിന്നീട് അതൊരു കേസിൽ ഒരു നിലപാടെടുത്തു. അഡൾട്ടറി ഒരു ക്രൈമായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല, അതൊരു സിവിൽ നേച്ചറിലുള്ള ഒരു റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് മാത്രമാക്കി ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലൂടെ സുപ്രീം കോർട്ട് അഡൾട്ടറിയെ അങ്ങനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം വീണ്ടും പുതിയ നിയമങ്ങൾ BNSഉം BNSSഉം ഒക്കെ ആയപ്പം വീണ്ടും അഡൾട്ടറിയെ ഗവൺമെൻറ് ക്രൈമാക്കി മാറ്റി. അപ്പോൾ ഏത് ഒരു ആക്ഷനെ ക്രൈമായിട്ട് തീരുമാനിക്കണോ, അതൊരു സിവിൽ റോങ് ആയിട്ട് തീരുമാനിക്കണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ തീരുമാനിക്കണോ എന്നുള്ള കാര്യങ്ങളും ഒരു 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 എന്താ പറയുക, അത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെയോ കോടതിയുടെയോ, ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെജിസ്ലേച്ചറിൻ്റെയോ ജുഡീഷ്യറിയുടെയോ തീരുമാനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഇരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ക്രൈം ചിലപ്പോൾ മറ്റൊരു സൊസൈറ്റിയിലെ ക്രൈം ആയിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്രൈം എന്ന് പറഞ്ഞ ആ ഒരു ആസ്പെക്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. ആ ഒരു കാര്യം വ്യക്തമായാലേ നമുക്ക് ഈ ക്രിമിനോളജി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്രിമിനോളജിയിൽ നമ്മൾ ക്രൈം എന്താണെന്ന് പഠിക്കണം, ക്രൈമിൻ്റെ കാരണങ്ങൾ പഠിക്കണം. അപ്പോൾ ക്രൈമിൻ്റെ കാരണങ്ങൾ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. പല സ്കൂളുകളുണ്ട് ക്രൈമിനെ പറ്റിയിട്ട്, ക്രിമിനോളജിയെ പറ്റിയിട്ട്. അതേപോലെ ക്രൈമിൻ്റെ തിയറികളും അതുപോലെ തന്നെ ഒരുപാട് തിയറികളുമുണ്ട്. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ലെജിസ്ലേച്ചറോ കോടതിയോ ഒരു കാര്യം, ഒരു ആക്ഷനോ, ഒരാൾ ചെയ്ത കാര്യമോ ചെയ്യാത്ത കാര്യമോ ക്രൈമെന്ന് അവർ തീരുമാനിച്ചാൽ അവിടെ ക്രൈമാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ക്രൈമായിട്ട് കൺസിഡർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്ത് ക്രൈം കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളെ ക്രൈം എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ രാജ്യത്ത് ക്രൈം കുറയും. ഇത്രയും ഈ ഒരു കാര്യം തന്നെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലേക്ക് ഒന്ന് വെക്കണം, കാര്യം എന്നാലേ ആ ഒരു കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പം ചില കാര്യങ്ങൾ ക്രൈമാണെന്ന് കൺസിഡർ ചെയ്യുന്ന രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളും ക്രൈമാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്തെ ക്രൈമിൻ്റെ നമ്പർ കൂടും. ഇന്ന കാര്യങ്ങൾ ക്രൈം അല്ലെന്ന് വെച്ചാൽ ക്രൈമിൻ്റെ നമ്പർ കുറയും. അപ്പോൾ അതൊരു ബേസിക് കാര്യം. പക്ഷേ ചില കാര്യങ്ങൾ പൊതുവേ അതൊരു ക്രൈം എന്നുള്ള വാക്കുകൊണ്ട് പറയാവുന്ന കാര്യങ്ങളായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇപ്പം മർഡർ പോലെ, റേപ്പ് പോലെ, തെഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് എല്ലാ രാജ്യത്തും ക്രിമിനൽ നേച്ചറുള്ള കാര്യമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ചിലർ ക്രിമിനൽസായിട്ട് മാറുന്നത്, ഒരു ക്രിമിനൽ സ്വഭാവം ചിലർ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അത് ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങളാണോ, സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളാണോ, സോഷ്യോളജിക്കലായിട്ടുള്ള കാരണങ്ങളാണോ, അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളാണോ, മറ്റ് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ട്, എന്താണ് ആ ക്രൈമിൻ്റെ കാരണം? ഇത് പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് അല്ലേ. അത്യാവശ്യം എല്ലാവരും അവരവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് പ്രധാനമായും പഠിക്കും. അതുപോലെ ക്രൈം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ക്രൈം ഉണ്ടായതിന് ശേഷം പണിഷ്മെൻറ്റ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും അല്ലേ, പക്ഷെ ക്രൈം എങ്ങനെ തടയാൻ പറ്റും? ഒരു ക്രൈം കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല, പക്ഷെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതപ്പെട്ട പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് അവാർഡ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ക്രൈം ഉണ്ടാവുന്നതിന് മുമ്പേ തടയാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്രൈമിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് കൺട്രോൾ മെഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്രൈം ഉണ്ടാവുമ്പോൾ സൊസൈറ്റിയിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള പോളിസികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ കവർ ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് ഒത്തിരി ഡെപ്തിലേക്ക് പോകുന്നതിന് നമ്മളിപ്പോൾ ഒന്ന് ചുറ്റുപാടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പത്രം തുറന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നോക്കിയാൽ, വാട്സാപ്പ് നോക്കിയാൽ, ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ, ഫേസ്ബുക്ക് നോക്കിയാൽ, ഇപ്പം ഒരുപാട് ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലതും വയലൻ്റ് ആയിട്ടുള്ള ക്രൈംസാണ്, അതും വളരെ ചെറുപ്പക്കാർ ചെയ്യുന്ന ക്രൈംസ്. ഒരുപക്ഷെ 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് ക്രൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ക്രൈംസ് വരുന്നത്? ഇപ്പം അടുത്തിടെ വന്ന ഒരു വാർത്തയാണ്, 14-15 വയസ്സുള്ള കുട്ടികൾ തന്നെ വിളിക്കണം, കാര്യം 18 വയസ്സായി കഴിഞ്ഞാലല്ലേ മേജർ ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂട്ടം കൂടി ചേർന്ന് മറ്റൊരു കുട്ടിയെ, ഒരു 14-15 വയസ്സുള്ളൊരു കുട്ടിയെ മർദ്ദിച്ച്
കൊലപ്പെടുത്തുകയാണ്. അതൊരു ആസൂത്രിതമായ കൊലപാതകം കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ഒരു ആവേശത്തിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് തർക്കം വന്നു, പെട്ടെന്നുള്ളൊരു ആവേശത്തിലോ ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ ഉണ്ടായ ഒരു ക്രൈമല്ല. അതിനുവേണ്ടി ഒരു കോൺസ്പിറസി ഉണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്, അതിന് ഒരു വെഞ്ചിയൻസ് ഉണ്ട്. ആ പക തീർക്കാനായിട്ട് കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു കുറ്റം. അപ്പോൾ അതിൻ്റെ ഗൗരവം, നമ്മൾ IPC ഒക്കെ പഠിച്ച ആൾക്കാരാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഗൗരവമുള്ള കുറ്റമാണ്. അപ്പോൾ അത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾ, ഇപ്പം സ്ത്രീകളടക്കം പലപ്പോഴും വിഷം കൊടുത്ത് കാമുകനെ കൊല്ലുന്നു, അല്ലെ, കഷായത്തിൽ വിഷം ചേർത്ത് കൊല്ലുന്നു, അങ്ങനെയുള്ള ക്രൈം. അവർക്കൊന്നും പ്രായം കാര്യമായിട്ടില്ല, 23, 24 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം 2000-ന് ശേഷം ജനിച്ചതാണ്. അപ്പോൾ 2000-ന് ശേഷം ജനിച്ചവർ മാത്രമല്ല ക്രൈം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ളവരുടെ ഇടയിൽ ക്രൈം കൂടുന്നു. അത് ചിലർ പറയുന്നു വയലൻസ് നിറഞ്ഞ സിനിമകൾ കാണുന്നത് കൊണ്ട് അങ്ങനെയുള്ള വയലൻറ്റ് ബിഹേവിയർ വരുന്നതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതാണെന്ന് പറഞ്ഞ് ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരൻസിൻ്റെ, ഈ 2000-ന് ശേഷം ജനിക്കുന്ന പേരൻസിനെ വളർത്തുന്ന പേരൻസ്, ഇപ്പോഴത്തെ ഒരു 45, 50, 55 വയസ്സുള്ള ആ തലമുറയുടെ വളർത്തു രീതികൾ, അവരുടെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ്ങിൻ്റെ രീതി കൊണ്ടോ ഇവരെ നേരായ വഴിയിലൂടെ ശരിയും തെറ്റും മനസ്സിലാക്കി ഒരു മൊറാലിറ്റി ബിൽഡ് ചെയ്ത് വളർത്താൻ പറ്റാത്തത് കൊണ്ടാണെന്നുള്ള അങ്ങനെ തുടങ്ങി 100,000 വാദങ്ങളുണ്ട്. ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഒരു സിംഗിൾ ലെൻസിൽ കൂടെയാണ് ഇതിനെ കാണുന്നത്. അപ്പം ഒരു സൈക്കോളജിസ്റ്റ് ഇതിനെ സൈക്കോളജിയുടെ ആംഗിളിൽ കൂടെ മാത്രം കാണും, ഒരു ബയോളജിസ്റ്റ് ഇതിനെ ബയോളജിയുടെ ആംഗിളിൽ കൂടെ മാത്രം കാണും, എക്കണോമിസ്റ്റ് ഇതിനെ എക്കണോമിക് ആംഗിളിൽ കൂടെ മാത്രം കാണും, ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ ആംഗിളിൽ കൂടെ, ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കൂടെ മാത്രം കാണും, അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ച ആൾ ഇതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ആംഗിളിൽ കൂടെ മാത്രമാണ്. അപ്പം പലപ്പോഴും ഇതിനകത്തൊരു നാരോ പെർസ്പെക്റ്റീവാണ് പലപ്പോഴും കിട്ടുന്നത്, അല്ലെങ്കിൽ സിംഗിൾ ഡയമെൻഷനായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും ഒരൊറ്റ ഒരു കാര്യത്തിൽ അഡമൻ്റായിട്ട് പലപ്പോഴും പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാർത്തകൾ വരുമ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ മുഴുവൻ സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ സീരിയൽ കാണുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെ അല്ലെങ്കിൽ അധ്യാപകർ, പഴയ രീതിയിൽ അധ്യാപകർ ചൂരലെടുത്ത് കുട്ടികളെ ശിക്ഷിച്ചിരുന്നു. ഇപ്പോഴത്തെ അധ്യാപകർ അങ്ങനെ അടിക്കാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ പേരൻസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്ത് കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു ക്രൈമിൻ്റെ, ഒരു കുറ്റത്തിൻ്റെ കാരണം ഇതാണ് എന്ന് പലപ്പോഴും സമർത്ഥിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ ഒരു ക്രിമിനോളജിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ക്രിമിനോളജിസ്റ്റ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ക്രിമിനോളജിസ്റ്റ് ഈ പല കാര്യങ്ങളെ ഒന്നിച്ച് ബന്ധിപ്പിച്ച് ഇതിൻ്റെ ബയോളജിക്കലും സൈക്കോളജിക്കലും സോഷ്യോളജിക്കലും എക്കണോമിക്കലും പൊളിറ്റിക്കലും, അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ക്രൈമിനെ പഠിക്കുന്ന ആളാണ് ക്രിമിനോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള, ഒരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൻ്റെ ഒരു ആക്യുറസി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തിയറികളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പലപ്പോഴും ക്രൈം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയാണല്ലേ ക്രൈം കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് എന്താണ് ശിക്ഷാരീതി വേണ്ടത്, ഇപ്പോഴത്തെ ശിക്ഷാരീതിയിൽ മാറ്റങ്ങൾ വേണോ, ശിക്ഷ തന്നെ വേണോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് മുമ്പോട്ട് പോകുമ്പം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പോൾ ക്രിമിനോളജിയിൽ എന്തുകൊണ്ടാണ് ഒരു ക്രൈം ഉണ്ടാവുന്നതെന്നും ആരാണ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതെന്നും അതിന് സൊസൈറ്റി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതും എന്നും പഠിക്കും. അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സൈബർ ക്രൈം പഠിക്കുന്ന ക്രിമിനോളജിസ്റ്റ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സൈബർ ക്രൈംസ് കൂടുന്നത്, അപ്പോൾ അതിനുവേണ്ടി ഈ ഫിഷിങ് പോലെയുള്ള സ്കാമുകളെ പറ്റി, ഓൺലൈൻ ഫ്രോഡുകളെ പറ്റി, സോഷ്യൽ എഞ്ചിനീയറിങ് ടാക്ടിക്സുകളെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡേറ്റ എല്ലാം എടുത്ത് പഠിച്ച് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഈ ക്രിമിനൽ ലോ എന്നുള്ള ഒരു ആംഗിൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കണം. ക്രൈം എന്താണെന്ന് പഠിക്കണം, ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമിനൽ ലോ ഉണ്ടല്ലോ, പിന്നെ ക്രിമിനൽ ലോ ഉണ്ട്, ക്രിമിനൽ പണിഷ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ക്രിമിനൽ ലോയും ക്രിമിനോളജിയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? അപ്പോൾ ക്രിമിനൽ ലോ
എന്താണ് ക്രൈം എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ക്രൈം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ക്രിമിനൽ ലോയാണ്. ഇപ്പോൾ നമ്മുടെ IPC പോലെയുള്ള സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള നിയമങ്ങളാണ് ക്രൈം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ പണിഷ്മെൻറ്റും ഈ ക്രിമിനൽ ലോ പറയാറുണ്ട്. ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ അത് പറയാറുണ്ട്. പക്ഷേ ക്രിമിനോളജി ചെയ്യുന്ന അങ്ങനെയല്ല. ക്രിമിനോളജി എന്തുകൊണ്ടാണ് ആ ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. എന്നിട്ട് അത് തടയാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ IPC ആണ് എടുക്കുന്നത്. ഇപ്പോൾ IPC മാറി BNS ആയി. എന്നാലും IPCയിൽ മർഡർ, കൊലപാതകം സെക്ഷൻ 302 IPC ആയിരുന്നു. അപ്പോൾ അതാണ് IPC പഠിക്കുന്നവർ, ഇന്ത്യൻ പീനൽ കോഡ് പഠിക്കുന്നവർ പഠിക്കുന്നത്. പക്ഷേ ക്രിമിനോളജി പഠിക്കുന്നത് എന്തുകൊണ്ടാണ് കൊലപാതകം ഉണ്ടാവുന്നത്, അത് സൈക്കോളജിക്കലായിട്ട് മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡർ കാരണമാണോ, അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ, അങ്ങനെയാണോ ആ കൊലപാതകം ഉണ്ടാവുന്നത്, അതിൻ്റെ കാരണം എന്താണ്, അത് തടയാനായിട്ട് എന്ത് ചെയ്യാം. ഒരു മാനസികാരോഗ്യം ഇങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തിയാൽ ആ കുറ്റമേ ഉണ്ടാവാതെ ഇരിക്കുമോ, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയാൽ ആ കുറ്റം ഉണ്ടാവാതിരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിമിനോളജിസ്റ്റുകൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ, ക്രിമിനോളജിയും പീനോളജിയും ക്രിമിനൽ ലോയും തമ്മിലുള്ളൊരു ബന്ധം ആലോചിച്ചാൽ, ക്രിമിനോളജി ക്രൈമിനെ പറ്റി പഠിക്കും, അതിൻ്റെ സൊസൈറ്റിയിലുള്ള ഇമ്പാക്റ്റ് പഠിക്കും. പീനോളജി പണിഷ്മെൻറ്റിനെ പറ്റിയും റീഹാബിലിറ്റേഷനെ പറ്റിയിട്ടും കറക്ഷണൽ മെഷേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ ക്രൈം എന്താണോ അതിൻ്റെ ഡെഫിനിഷനാണ് ക്രിമിനൽ ലോയിൽ വരുന്നത്. അതുപോലെ പണിഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ക്രിമിനൽ ലോയിൽ തന്നെയാണ് വരുന്നത്. അത് ഒഫൻസസ് എന്താണ്, അതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർത്ത് വയ്ക്കുക, പണിഷ്മെൻറ്റ് ക്രൈമിന് ശേഷമാണ്. ക്രൈം ഉള്ളതുകൊണ്ടാണ് പണിഷ്മെൻറ്റ്, ക്രൈം ഇല്ലെങ്കിൽ പണിഷ്മെൻ്റ് ഇല്ല. അപ്പോൾ പീനോളജി എന്നുള്ള ബ്രാഞ്ച് ക്രിമിനോളജിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ക്രൈമിലാണ് പണിഷ്മെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്രിമിനോളജിയിലുള്ള പഠനം, പലതരത്തിലുള്ള നിയമങ്ങളിൽ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, ഇത് നമ്മൾ പഠിക്കുന്നതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ക്രൈമിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുത്താനുമാണ് ഈ ക്രിമിനോളജിസ്റ്റ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ പലതരത്തിലുള്ള റിഫോംസ് കൊണ്ടുവരാനായിട്ട് ക്രിമിനോളജിസ്റ്റുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണമാണ് ക്രിമിനൽ പ്രൊസീജിയർ ഐഡൻറ്റിഫിക്കേഷൻ ആക്ട് 2022 എനാക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള കാര്യം, ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ബയോമെട്രിക് ഡേറ്റ, ആളുകളുടെ ബയോമെട്രിക് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. എന്തിന്? ക്രൈം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ക്രിമിനോളജിസ്റ്റുകളുടെ പഠനങ്ങൾ പലപ്പോഴും ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ക്രിമിനൽ ലോ എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് തുടങ്ങാം. ക്രിമിനൽ ലോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ക്രിമിനൽ ലോയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്രൈം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ക്രിമിനൽ ലോയാണ്. അപ്പോൾ ക്രൈം ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ പേപ്പറിനകത്ത് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചത് തന്നെയാണ്. കുറച്ച് ഈ സ്കൂളുകളും തിയറികളും ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെയാണ്. പക്ഷേ ഒന്ന് കണക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, റിവിഷൻ പോലെ ആലോചിച്ചാൽ മതി. അപ്പോൾ ക്രിമിനൽ ലോ അനുസരിച്ച് ഒരു ആക്ഷനെയോ ഒരു പ്രവൃത്തിയെയോ ചെയ്ത പ്രവൃത്തിയെയോ അല്ലെങ്കിൽ ഒമിഷനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെയോ ആക്ഷനെയോ ഒമിഷനെയോ ഒരു ക്രൈമായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം, അവിടെ ഒരു ഗിൽറ്റി ആക്ഷനും വേണം, ഒരു ഗിൽറ്റി മൈൻഡും വേണം, അല്ലേ? അവിടെ ഒരു ആക്ടസ് റിയയും വേണം, മെൻസ് റിയയും വേണം. അപ്പോൾ ആക്ടസ് റിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ ആക്ട് ഓഫ് കമ്മിറ്റിംഗ് ക്രൈമാണ്. ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവണം. അയാൾ വെറുതെ ചെയ്ത ഒരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അങ്ങനെ ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു നിലയോടുകൂടി തന്നെ അത് ശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു ഇൻറ്റൻഷനോ നോളജോ അവിടെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് ക്രൈം ആവുന്നുള്ളൂ. അതാണ് മെൻസ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടസ് റിയയും മെൻസ്രിയയും നിർബന്ധമായിട്ട് ഒരു ക്രൈമിൽ വേണം. അങ്ങനെ വേണ്ടാത്ത ചില എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഈ മയക്കുമരുന്നൊക്കെ കൈവെക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ അത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അതിനെ ക്രൈമായിട്ട് എടുക്കാറുണ്ട്. അത് എക്സെപ്ഷനാണ്. പക്ഷേ ജനറലി സംസാരിച്ചാൽ ക്രൈം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ആക്ടസ് റിയയും വേണം, മെൻസ്രിയയും വേണം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കോസേഷന് വേണം. അതിൻ്റെ അകത്ത് ഒരു ലീഗാലിറ്റിയുടെ ആസ്പെക്റ്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പ്രവൃത്തിയുണ്ട്, പ്രവൃത്തി കാരണം ഒരു ഹാം സംഭവിച്ചു, ഒരു ആക്ഷൻ ഉണ്ട്, ആക്ഷൻ കാരണം ഒരു ഹാം സംഭവിച്ചു, ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇത് തമ്മിലൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലിങ്കും വേണം. അതായത് ഒരു കോസേഷൻ വേണം, ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ ദി ആക്ട് ആൻഡ് ദി ഹാം കോസ്റ്റ്, അതുണ്ടാവണം. അതുപോലെ ഇന്ന ഒരു പ്രവൃത്തി
ഈ ഒരു പ്രവൃത്തിയോ അതായത് ആക്ഷനോ ഒമിഷനോ അത് ക്രൈമാണെന്നൊരു നിയമം പറഞ്ഞിരിക്കണം. നിയമം പറയാത്തൊരു സാധനം എങ്ങനെ ക്രൈമാവും? അപ്പോൾ അതായത് നിയമം കൊണ്ട് തന്നെ അത് ക്രൈമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്രൈമല്ല. അപ്പോൾ അങ്ങനെ നിയമപരമായി അത് പറഞ്ഞിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരണം. അവിടെ ആക്ടസ്രിയ വേണം, മെൻസ്രിയ വേണം, അവിടെ ഒരു കോസേഷൻ്റെ ഒരു ലിങ്ക് വേണം, അതുപോലെ തന്നെ ലീഗാലിറ്റിയും വേണം. അതായത് ഒരു നിയമം കൊണ്ട് ഇന്ന പ്രവൃത്തി ഒരു ക്രൈമാണെന്ന് പറഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെൻസ്രിയ വേണമെന്ന് പറഞ്ഞ ഒരു കേസിലോ ആർ വേഴ്സസ് പ്രിൻസ് 1875 കേസാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഇപ്പോൾ ഈ സ്മഗ്ലിങ് പോലെയുള്ള ചില ഒഫൻസസിൽ മെൻസ്രിയ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു കേസാണ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ്. ആ കേസിൽ സുപ്രീം കോടതി മെൻസ്രിയ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലാണ്. അപ്പോൾ ക്രിമിനൽ ലോയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ക്രൈമിലേക്ക് വരാം. ക്രൈമിലേക്ക് വരുമ്പം ക്രൈം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതും ക്രിമിനൽ ലോയിൽ തന്നെയാണ് ക്രൈം എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ക്രൈമിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ ആക്ടസ്രിയയും മെൻസ്രിയൊക്കെ പറഞ്ഞു. അപ്പം മെൻസ്രിയുടെ ഭാഗത്ത് മെൻസ്രിയ എന്നുള്ള പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഇൻറ്റൻഷനോ നോളജോ വേണം അല്ലേ. അപ്പോൾ ഇൻറ്റൻഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു വാക്കുണ്ട്, മോട്ടീവ് എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പം ഇൻറ്റൻഷനുണ്ട്, മോട്ടീവുണ്ട്. അപ്പം ഇൻറ്റൻഷനും മോട്ടീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് നമ്മൾ നേരത്തെ പല സെമസ്റ്ററിലായിട്ട് പഠിച്ച കാര്യം തന്നെയാണ്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെലിബറേറ്റ് ഡിസിഷൻ ടു കമ്മിറ്റ് എ ക്രൈമാണ്. അതായത് ഒരു മനഃപൂർവമായ ഒരു തീരുമാനം ആണ് ഇൻറ്റൻഷൻ. അങ്ങനെ ക്രൈം ചെയ്യണമെന്നുള്ളൊരു ഒരു ഇൻറ്റൻഷനാണ്. പക്ഷേ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസണാണ്. റീസൺ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് എന്തുകൊണ്ടാണ് നമ്മളൊരു ഒരു ഒരു നിയമപരമായി തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് മോട്ടീവ്. അപ്പോൾ മോട്ടീവ് ചിലപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും ആവാം. ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഒരാളെ കൊല്ലുന്നത്. അപ്പോൾ ആ മോട്ടീവ് പോസിറ്റീവാണ്, പക്ഷേ ആക്ഷൻ ഇല്ലീഗലാണ്, ക്രിമിനലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മോട്ടീവ് ഒരു ക്രൈമിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും ചില കേസിലൊക്കെ കൺസിഡർ ചെയ്യും എന്താണ് അതിൻ്റെ മോട്ടീവ് എന്ന്. പക്ഷെ വളരെ സിഗ്നിഫിക്കൻ്റ് അല്ല. കാര്യം മോട്ടീവ് പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കാം. ചിലപ്പം വിശന്നിട്ടായിരിക്കാം ചിലപ്പോൾ മോഷ്ടിക്കുന്നത്. അപ്പം വിശപ്പ് എന്നുള്ളതാണ് മോട്ടീവ്, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ്. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ തെഫ്റ്റ് എന്ന് പറയുന്നത് ക്രൈം എന്നുള്ള കാറ്റഗറിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പം മോട്ടീവ് വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല. പലപ്പോഴും ഈ ക്രിമിനൽ നിയമങ്ങളിൽ മോട്ടീവ് വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ ഒരു അർത്ഥത്തിൽ സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷേ ചില കേസിൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരാറുമുണ്ട്. ഇൻറ്റൻഷനാണ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻറ്റൻഷൻ ഉണ്ടോ, ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷനോടുകൂടിയാണോ ചെയ്തത് എന്നുള്ളതാണ് പലപ്പോഴും പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇൻറ്റൻഷനോടുകൂടി ചെയ്തതാണോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റായിട്ടോ ബൈ മിസ്റ്റേക്കോ വന്ന കാര്യമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പം നമ്മൾ ടോർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും പറയും. അപ്പോൾ ഈ ഫ്രോഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് പറയുമ്പം ഫ്രോഡ് ഒരേ സമയം ടോർട്ടുമാണ് ക്രൈമുമാണ്. കാര്യം ഫ്രോഡിൻ്റെ അകത്ത് നോളജും ഉണ്ട്, ഇൻറ്റൻഷനും ഉണ്ട്. പക്ഷേ മിസ്റെപ്രസെൻറ്റേഷനിനകത്ത് ഇത് രണ്ടുമില്ല. അപ്പോൾ മിസ്റെപ്രസെൻറ്റേഷനിനകത്ത് ഒരു അറിയാതെ പറ്റുന്ന ഒരു തെറ്റാണ് മിസ്റെപ്രസെൻറ്റേഷൻ. അതുകൊണ്ട് തന്നെ അതൊരു ക്രൈമല്ല, അതൊരു ടോർട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു സിവിൽ റോങ് മാത്രമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇൻറ്റൻഷനും മോട്ടീവും തമ്മിലുള്ള ഒരു കാര്യം. അപ്പോൾ റീസണാണ്. അപ്പോൾ ആ റീസൺ ബിഹൈൻഡ് കമ്മിറ്റിങ് എ ക്രൈം ആണ് മോട്ടീവ്. അപ്പോൾ അത് റിവെഞ്ച് ആവാം, ഫിനാൻഷ്യൽ ഗെയിൻ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അപ്പം നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ലോ നോക്കിയാൽ, കേസ് ലോ നാഥുലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട 1966 കേസിൽ മെൻസ്രിയ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ നോൺ ക്രിമിനലായിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ മോട്ടീവ് ഉണ്ടെങ്കിൽ പോലും ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ അത് ഒരു ക്രിമിനൽ ആക്ട് അല്ലാതെ കാണാൻ പറ്റും എന്ന് പറഞ്ഞ കേസ് ലോയാണ് നാഥുലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP. അപ്പോൾ പ്രോബ്ലം ഒക്കെ വരുമ്പം വേണമെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു പ്രോബ്ലം ഇടാം. അവിടെ ഒരു മോട്ടീവ് ഉണ്ട്, പക്ഷേ ഇൻറ്റൻഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഉപയോഗിക്കേണ്ട കേസ് ലോ ആണ് നാഥുലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP. അവിടെ സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് ആബ്സെൻസ് ഓഫ് മെൻസ്രിയ ഇൻറ്റൻഷൻ ക്യാൻ മേക്ക് ആൻ ആക്ട് നോൺ ക്രിമിനൽ ഈവൻ ഇഫ് മോട്ടീവ് ഈസ് പ്രസൻറ്റ്. അതാണ്. അപ്പോൾ അത് എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അസാസിനേഷൻ, കൊലപാതകങ്ങളിലൊക്കെ എന്താണ് ഇൻറ്റൻഷൻ ടു കില്ലുണ്ടോ
എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അതിൻ്റെ അകത്ത് മോട്ടീവ് ചിലപ്പം പൊളിറ്റിക്കലാവാം, ഐഡിയോളജിക്കലാവാം, പേഴ്സണൽ റിവെഞ്ച് ആവാം, അതൊന്നും അവിടെ മാറ്റർ അല്ല. അവിടെ ഇൻറ്റൻഷൻ ടു കില്ലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് മെൻസറിയ ഉണ്ടോ എന്നുള്ളതാണ്. മെൻസറിയ എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ ഇൻറ്റൻഷനും നോളജുമാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അപ്പം അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇപ്പോൾ ഈ ക്രിമിനോളജി പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്തിനാണ് ക്രിമിനോളജി പഠിക്കുന്നത്? ക്രിമിനോളജി പഠിക്കുന്നത് ക്രിമിനൽ ബിഹേവിയറിൻ്റെ കാരണങ്ങൾ പഠിക്കാനാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ക്രിമിനൽ ബിഹേവിയർ കാണിക്കാനുള്ള കാരണങ്ങൾ, പിന്നെ അതേപോലെ ക്രൈം പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ പോളിസികളാണ് നമുക്ക് എടുക്കാവുന്നത്, അതും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ടെക്നിക്കുകളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രിമിനോളജി പഠിക്കുന്നതിൻ്റെ ആവശ്യം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് നിർഭയ കേസ്. നിർഭയ കേസ് അറിയാം, 2022 ഒരു റേപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ ആ കേസ് സംഭവിച്ചതിന് ശേഷം ഒരുപാട് നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു റിഫോംസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ക്രിമിനോളജിക്കലും ലീഗലായിട്ടുള്ള റിഫോംസ് സംഭവിച്ചു. അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി റേപ്പ് ലോസിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തു. ഇപ്പം ഒരു 16 വയസ്സിന് ശേഷമുള്ള ആളുകൾ നോർമലി അവർ മൈനറായിട്ടായിരുന്നു നേരത്തെ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഹീനിയസ് ക്രൈംസ് അവർ കൺസിഡർ ചെയ്താൽ അതിനുള്ള ഒരു മെൻ്റൽ മെച്യൂരിറ്റി അവർക്കുണ്ടെങ്കിൽ അവരെ അഡൽട്ട്സായിട്ട് കൺസിഡർ ചെയ്തിട്ട് ശിക്ഷ കൊടുക്കണം എന്ന് ഉള്ള ആ മാറ്റമൊക്കെ വന്നതാണ് ഈ ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് 2013. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു റിയാക്ഷണറി ആയിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും സൊസൈറ്റിയിൽ ഒരു ക്രൈം നടക്കുന്നതിന് ശേഷം സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം പല ക്രൈംസ് നടന്നു കഴിയുമ്പോഴും വയലൻസ് ഉള്ള സിനിമകൾ കാണിക്കരുതെന്നും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഡ്രഗ്സ് ഉള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുവാണെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ ഉള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിയാക്ഷണറി ആയിട്ടുള്ള ഒരു കൺട്രോൾ മെഷേഴ്സ് എടുക്കാനായിട്ട് എപ്പോഴും ഒരു പ്രഷർ മീഡിയയുടെ ഭാഗത്തുനിന്നും സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെല്ലാം ക്രിമിനോളജിയുടെ ഒരു റോളും അവിടെയുണ്ട്. പലപ്പോഴും ടി വിയിലൊക്കെ ചിലപ്പോൾ ക്രിമിനോളജിസ്റ്റിലൊക്കെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വിഷയം ശ്രദ്ധിച്ചു കാണും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കിനിയും ഇതിൻ്റെ സ്കൂളുകളിലേക്ക് പോവാം. ക്രിമിനോളജിയുടെ സ്കൂളുകൾ. ക്രിമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം 10 സ്കൂളുകളോളം ഉണ്ട്. അപ്പോൾ ഓരോ ടെക്സ്റ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. എന്നാലും ഞാൻ ഈ ക്ലാസ്സിൽ ഒരു 10 സ്കൂളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്ക്. ഈ സ്കൂളുകൾ തിയറി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. തിയറീസ് ഓഫ് ക്രൈം അത് അടുത്ത മോഡ്യൂളാണ്. ആദ്യത്തെ മോഡ്യൂളിൽ നമ്മൾ 10 സ്കൂൾസ് ഓഫ് ക്രിമിനോളജിയാണ്. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. സെക്കൻഡ് മോഡ്യൂളിലെ ഈ തിയറീസ് ഓഫ് ക്രൈമും ഈ സ്കൂൾസ് ഓഫ് ക്രിമിനോളജിയും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ഇത് രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ എസ്സേ ചോദിക്കുമ്പം സ്കൂൾസ് ഓഫ് ക്രിമിനോളജി ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുകയും തിയറീസ് ഓഫ് ക്രൈം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ മൊഡ്യൂൾ പറയുന്നത് അത് അവിടെ എഴുതുകയും വേണം. അപ്പോൾ 10 സ്കൂൾസ് ഓഫ് ക്രിമിനോളജി എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇതൊരു എസ്സേ ടോപ്പിക്കുമാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 5 സ്കൂൾ നമുക്ക് ഒന്ന് വായിച്ചു പോവാം. 1 പ്രീ ക്ലാസിക്കൽ സ്കൂൾ, അതിനെ ഡിമോണോളജിക്കൽ തിയറി എന്ന് പറയാറുണ്ട്. 2 ക്ലാസിക്കൽ സ്കൂള്, 3 നിയോ ക്ലാസിക്കൽ സ്കൂള്, 4 പോസിറ്റീവ് സ്കൂള്, 5 ക്ലിനിക്കൽ സ്കൂള്, 6 സോഷ്യോളജിക്കൽ സ്കൂള്, 7 മാർക്സിസ്റ്റ് സ്കൂള്, അതിനെ കോൺഫ്ലിക്റ്റ് സ്കൂളെന്നും പറയാറുണ്ട്. 8 ചിക്കാഗോ സ്കൂള്, അതിനെ എക്കോളജിക്കൽ തിയറി എന്ന് പറയാറുണ്ട്. 9 ഫെമിനിസ്റ്റ് ക്രിമിനോളജി, 10 ന്യൂ ക്രിമിനോളജി, അതിനെ ക്രിട്ടിക്കൽ ക്രിമിനോളജി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 10 സ്കൂൾസ് ഓഫ് ക്രിമിനോളജി നമുക്ക് പഠിക്കാം. അപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ 4-5 ഉണ്ടാവാറുള്ളൂ. ഞാനൊരു 10 എടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട സ്കൂളുകൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ആദ്യത്തെ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രീ ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, പോസിറ്റിവിസ്റ്റ്, ക്ലിനിക്കൽ. ഒന്നുകൂടെ പറയാം. പ്രീ ക്ലാസിക്കൽ സ്കൂള്, ക്ലാസിക്കൽ സ്കൂള്, നിയോ ക്ലാസിക്കൽ സ്കൂള്, പോസിറ്റിവിസ്റ്റ് സ്കൂള്, ക്ലിനിക്കൽ സ്കൂള്. അതിനുശേഷം സോഷ്യോളജിക്കൽ, മാർക്സിസ്റ്റ്, എക്കോളജിക്കൽ, ഫെമിനിസ്റ്റ്, ന്യൂ ക്രിമിനോളജി. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ 10 സ്കൂൾ. അപ്പോൾ നമുക്ക് ഓരോരോ സ്കൂളും അതിൻ്റെ മെയിൻ തിങ്കേഴ്സും അതിൻ്റെ ഒരു കൺസെപ്റ്റും എക്സാമ്പിളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ക്രൈമാണ്, കുറ്റശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുറ്റശാസ്ത്രത്തിലെ ആദ്യ സ്കൂളുകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ സ്കൂള് പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്താണ് പറയുന്നത്? അപ്പോൾ ക്രൈമിൻ്റെ കാരണം സൂപ്പർ നാച്ചുറൽ ഫോഴ്സസും ഡിവൈൻ പണിഷ്മെൻറ്റുമാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇത് പറയുന്നത്. അതായത് ഒരു കുറ്റം ഉണ്ടാവാനുള്ള കാരണം മനുഷ്യൻ്റെ
എന്താ പറയുക, ഒരു സ്വാധീനത്തിലോ മനുഷ്യൻ്റെ ശക്തിക്ക് പുറത്താണ് എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടല്ല കുറ്റങ്ങൾ ഉണ്ടാവുന്നത്. മനുഷ്യൻ്റെ മേൽ ചില അദൃശ്യ ശക്തികൾ, ഇപ്പോൾ ഈ മന്ത്രവാദം പോലെയുള്ളതോ അല്ലെങ്കിൽ ഭൂതപ്രേത ബാധകളുള്ളത് കൊണ്ടോ ആണ് മനുഷ്യൻ ക്രിമിനൽ രീതിയിൽ പെരുമാറുന്നതെന്നും അതുകൊണ്ട് ആ ഭൂതപ്രേത പിശാചുകളെ ഒഴിവാക്കാനുള്ള തരത്തിലുള്ള പണിഷ്മെൻറ്റുമായിരുന്നു കൊടുത്തിരുന്നത്. അതായത് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ആണ് ക്രൈമിൻ്റെ പിന്നിൽ. മനുഷ്യർ നോർമൽ മനുഷ്യരാണെങ്കിൽ അവർ തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു രീതിയാണ്. അതാണ് പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. ക്രൈം വാസ് ആട്രിബ്യൂട്ടഡ് ടു സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ആൻഡ് ഡിവൈൻ പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ്സ് അപ്പോൾ എന്താണ്? ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഭൂതവും പ്രേതവും പിശാചും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, കുറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒഴിപ്പിക്കണം. അതിനുവേണ്ടി പണിഷ്മെൻറ്റ്സ് വളരെ ഹാർഷായിരുന്നു, വളരെ ടോർച്ചറും എക്സിക്യൂഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ ഒഴിപ്പിക്കാനായിട്ട്. അപ്പോൾ യൂറോപ്പിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല. അപ്പോൾ മിഡീവൽ യൂറോപ്പിൽ പലപ്പോഴും ഈ വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദത്തിലും അതുപോലെ ഭൂതപ്രേത പിശാചുകളുടെയൊക്കെ ഉള്ള ഒരു സ്വാധീനത്തിലുമാണ് ക്രൈം എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ളൊരു വിച്ച് ട്രയൽസ്, വിച്ച് എന്ന് പറയുന്നത് എന്താണ്, ഈ ദുർമന്ത്രവാദിനി അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള വിച്ച് ട്രയൽസ് പോലും ഉണ്ടായിരുന്നു. ഇതാണ് പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. ബേസിക്കായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഡെപ്തിൽ പോകുന്നില്ല, കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. 2 മണിക്കൂർ കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല, എന്തായാലും 3 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. അപ്പം അതുകൊണ്ട് പ്രീ ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ഒരു ഡെമോണിക് പൊസഷൻ, വിച്ച് ക്രാഫ്റ്റ്, സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ക്രൈംസ് വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റ് വേണമെന്നുള്ള കാര്യങ്ങളാണ് പ്രീ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയിൽ പറയുന്നത്. അപ്പോൾ അതൊരു ഏൻഷ്യൻറ്റും മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈവിൾ സ്പിരിറ്റുകളാണ് ഈ ക്രൈം ഉണ്ടാവുന്നതെന്നും അപ്പം ക്രിമിനൽസിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെയുള്ള ഡെമൺസ് അല്ലെങ്കിൽ ഒരു ഭൂതമോ പ്രേതമോ ഒക്കെ ഒരു ശാപം കൊണ്ടോ അല്ലാതെയോ കയറുന്നത് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ ടോർച്ചർ ചെയ്ത് ഈ ഭൂതത്തെയും പ്രേതത്തെയും ഒഴിപ്പിക്കുകയാണ്. വടി കൊണ്ടടിച്ചും അല്ലാതെയും ഒക്കെ ചാട്ടവാറ കൊണ്ടടിച്ചും ഒക്കെ പല രീതിയിൽ ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഈ ഭൂതപ്രേത പിശാചുകളെ ഒഴിപ്പിക്കുന്ന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ആൾ തട്ടിപ്പോവും. അപ്പോൾ അതാണ് ഈ സേലം വിച്ച് ട്രയൽസ് എന്നൊക്കെ പറയുന്ന USA ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല സ്ത്രീകളെയും എക്സിക്യൂട്ട് ചെയ്ത് എന്താണ് അവർ ഈ ദുർമന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള സസ്പീഷനിൽ അവരെ പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സയൻറ്റിഫിക് റീസൺ ഇല്ല, നിങ്ങൾക്കിപ്പോൾ അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനുഷ്യൻ സ്വയം ആലോചിച്ച് ചെയ്യുന്നതാണ് കുറ്റം എന്നുള്ളൊരു ആംഗിളിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം, നമ്മളിപ്പോൾ ക്രിമിനൽ ലോ അനുസരിച്ച് പുതിയ രീതിയിൽ ആധുനിക കാലത്ത് ഒരു കുറ്റം ഉണ്ടാവണമെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടെങ്കിലേ അതിനെ ക്രൈമായിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ പ്രീ ക്ലാസിക്കൽ തിയറി. പ്രീ ക്ലാസിക്കൽ തിയറിയിൽ മനുഷ്യൻ ബോധപൂർവം ചെയ്യുന്നത് അല്ല, ഇത് ഇങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റ്സ് മനുഷ്യൻ്റെ ദേഹത്ത് വരുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ശാസ്ത്രീയമായ യാതൊരു അടിത്തറയോ ശാസ്ത്രീയമായ ഒരു റീസണിങ്ങോ ഇല്ല. ലാക്ക് സയൻറ്റിഫിക് റീസണിങ്. അതുപോലെ ഇറ്റ് ഇഗ്നോസ് ഹ്യൂമൻ ഫ്രീ വില്ല് കൊണ്ടാണ് എല്ലാ ക്രൈമുകളും വരുന്നത്. ബോധപൂർവമാണ്. ഇപ്പോൾ ഗ്രീഷ്മ കഷായത്തിൽ വിഷം ചേർക്കുന്നുണ്ടെങ്കിൽ അത് ബോധപൂർവം ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഗ്രീഷ്മയുടെ ദേഹത്ത് ഭൂതമോ പ്രേതമോ പിശാചോ കയറിയിട്ട് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ ഈ കുട്ടികൾ വേറൊരു കുട്ടിയെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അതിനകത്ത് ഭൂതമോ പ്രേതമോ കയറിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പം മോഡേൺ തിയറി പറയുന്നത് മനുഷ്യൻ ബോധപൂർവം തന്നെയാണ് കുറ്റവും ചെയ്യുന്നത്, ബോധമില്ലാതെ ചെയ്യുന്നതല്ല. പക്ഷേ ഈ പ്രീ ക്ലാസിക്കൽ തിയറി പറയുന്നത് അങ്ങനെയല്ല, മനുഷ്യരൊക്കെ നിരപരാധികളാണ് സാധാരണഗതിയിൽ. പക്ഷേ ഇങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റ്സ് കയറിയാൽ മാത്രമേ അവർ ഈ പ്രശ്നം ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആദ്യത്തെ സ്കൂള് മനസ്സിലായെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്കൂളിലേക്ക് പോവാം. രണ്ടാമത്തെ സ്കൂള് പ്രീ ക്ലാസിക്കൽ കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ വരുവാണ്, ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. ഇപ്പോൾ ഈ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയുടെ പ്രധാന തിങ്കേഴ്സാണ് ഈ സെസേറെ ബെക്കാരിയ എന്ന് പറയുന്നത്, ജെറമി ബെന്താമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ സീസർ ബെക്കാരിയ എന്ന് പറയുന്ന ആളും ജെറമി ബെന്താമും കൂടെയാണ് ഈ ക്ലാസിക്കൽ സ്കൂളിൻ്റെ പ്രധാന തിങ്കേഴ്സ്.
അപ്പോൾ അവർ ആ ഫ്രീ വില്ല് എന്നുള്ള ഒരു ആസ്പെക്റ്റ് എംഫസൈസ് ചെയ്തു, ക്ലാസിക്കൽ സ്കൂളിൽ തന്നെ എംഫസൈസ് ചെയ്തു. അപ്പം മനുഷ്യരുടെ ഒരു റാഷണൽ ചോയ്സ് തന്നെയാണ് ക്രൈം ചെയ്യാനുള്ളൊരു തീരുമാനം മനുഷ്യർ റാഷണലായിട്ട് ആലോചിച്ച് ലോജിക്കലി എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു ഫ്രീ വില്ല് അവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈമിന് പ്രൊപ്പോർഷണലായിട്ടുള്ള പണിഷ്മെൻറ്റ് വേണമെന്നും ഈ ക്ലാസിക്കൽ തിങ്കേഴ്സ് പറയുന്നത്. ഇപ്പോൾ ബെക്കാരിയ പറയുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള പുസ്തകത്തിൽ മനുഷ്യർ ബോധപൂർവം ചെയ്യുന്നതാണ് കുറ്റം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പണിഷ്മെൻറ്റ് വേണം. പക്ഷേ അവിടെ ഒരു ടോർച്ചറോ ഒരു ഡെത്ത് പെനാൽറ്റിയോ അതിന് ആവശ്യമില്ല. ഒരു ക്രൈമിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ശിക്ഷ മതി. ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷയുടെ ആവശ്യമില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പ്രീ ക്ലാസിക്കൽ എറായിൽ ചെറിയ തെറ്റാണെങ്കിൽ പോലും വലിയ പണിഷ്മെൻ്റാണ്. കാര്യം അത് ഭൂതവും പ്രേതവും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവരെ ഒഴിപ്പിച്ച് ആ മനുഷ്യനെ ശുദ്ധനാക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഭീകരമായ പണിഷ്മെൻറ്റുകളായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ക്ലാസിക്കൽ എറായി വരുമ്പോഴത്തേന് ഇപ്പോൾ ബെക്കാരിയയുടെ ഒക്കെ കാലഘട്ടത്തിലാവുമ്പോൾ അല്ലെങ്കിൽ ജെറമി ബെന്താമിൻ്റെ കാലത്ത് ക്രൈമിന് പ്രൊപ്പോർഷണലായിട്ടുള്ള പണിഷ്മെൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടോർച്ചർ അബോളിഷ് ചെയ്യണമെന്നും ഡെത്ത് പെനാൽറ്റി അബോളിഷ് ചെയ്യണമെന്നുള്ള ഒരു വാദം 1764 തന്നെ അവർ ഉന്നയിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ആ വാദം ഉണ്ട്. അതാണ് ഈ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ 1980 ഏകദേശം 200 വർഷത്തിന് ശേഷം സുപ്രീം കോർട്ട് പറയുന്നത് ഡെത്ത് പെനാൽറ്റി എന്നുള്ള കാര്യം. ഇപ്പോഴും ഇന്ത്യൻ പീനൽ ലോയിൽ ഡെത്ത് പെനാൽറ്റി ഉണ്ട്. പക്ഷേ അത് റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസസിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന് ഈ ബച്ചൻ സിംഗ് കേസിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിന് 200 വർഷം മുമ്പേ ബെക്കാരിയ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ക്ലാസിക്കൽ സ്കൂള്. അപ്പോൾ ക്ലാസിക്കൽ സ്കൂളും പ്രീ ക്ലാസിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രീ ക്ലാസിക്കലിൽ ഫ്രീ വിൽ എന്നുള്ള കൺസെപ്റ്റേ ഇല്ല. ഈ ഫ്രീ വിൽ എന്നുള്ള കൺസെപ്റ്റും ഈ റാഷണൽ ചോയ്സ് എന്നുള്ള കൺസെപ്റ്റും വരുന്നത് ക്ലാസിക്കൽ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിലാണ്. 18th സെഞ്ചുറിയാണ്. 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ഒരു 1760 ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 1700കളിൽ അതാണല്ലോ 18ാം സെഞ്ചുറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സീസർ ബെക്കാരിയയും ജെറമി ബെന്താമുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു ക്രൈം ഒരു ഫ്രീ വില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ് ക്രൈം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്രൈം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റിസ്കിനേക്കാളും കൂടുതലാണ് റിവാർഡെങ്കിലാണ് ആൾക്കാരെ ക്രൈം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ തിയറി. അതായത് മനുഷ്യന് അതിനുള്ള ബോധമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഒരു ക്രൈം ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ പോയി മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു റിസ്ക് എടുക്കുന്നുണ്ട്, നമ്മൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ ഒരു 10 കോടി രൂപ കിട്ടുമെങ്കിൽ ആ എടുക്കുന്ന റിസ്കിനേക്കാളും വളരെ മെച്ചമാണ് റിവാർഡെന്നുള്ള ആ ഒരു ചിന്തയിലാണ് മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു റാഷണലാണ്. അവിടെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നുണ്ട്. റിസ്കിനേക്കാളും കൂടുതലാണ് റിവാർഡെന്നുള്ള ബോധത്തിൽ ചെയ്യുന്നതാണ്. അതൊക്കെയാണ് ഈ തിയറിയിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പറയുന്നതുകൊണ്ട് വളരെ ചെറിയ ക്രൈംസിന് വളരെ ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റ് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പ്രൊപ്പോർഷണലായിട്ടുള്ള പണിഷ്മെൻ്റ് ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പണിഷ്മെൻറ്റ് സ്വിഫ്റ്റ് ആയിരിക്കണം, സർട്ടൺ ആയിരിക്കണമെന്നും ക്ലാസിക്കൽ സ്കൂൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രൈം ചെയ്താൽ ഉടനെ തന്നെ അതിനൊരു പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കണം. മാത്രമല്ല ഇന്ന തെറ്റിന് ഇന്നതായിരിക്കണം പണിഷ്മെൻ്റ് എന്നുള്ള ഒരു സർട്ടനിറ്റിയും ഉണ്ടായിരിക്കണം, ഒരു തീർച്ചയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ക്രൈം ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല. ഇങ്ങനെയാകുമ്പോൾ വീണ്ടും ക്രൈം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതല്ല, ക്രൈം ചെയ്താൽ തീർച്ചയായിട്ടും പണിഷ്മെൻറ്റ് കിട്ടുമെന്നുള്ളൊരു സർട്ടനിറ്റി ഉണ്ടെങ്കിൽ തന്നെ പണിഷ്മെൻറ്റ് ഒരുപാട് കുറയും. ക്രൈം ഒരുപാട് തന്നെ കുറയും. അപ്പോൾ പണിഷ്മെൻറ്റ് സർട്ടൺ ആയിരിക്കണം. ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ തീർച്ചയായും കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാത്രമേ ക്രൈം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലാസിക്കൽ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് ആയിരിക്കണം, സർട്ടൺ ആയിരിക്കണം, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിന് ഒരു പ്രശ്നമുണ്ട്. അതായത് പ്രീ ക്ലാസിക്കലിനേക്കാളും വളരെ ബെറ്ററാണ് ക്ലാസിക്കൽ. പക്ഷേ ക്ലാസിക്കൽ സ്കൂളുകാർക്കും ചില കാര്യങ്ങൾ കാണാൻ പറ്റിയില്ല. അതായത് പറഞ്ഞത് ചിലത് എല്ലാം ഒരു നാരോ ലെൻസിൽ കൂടെയാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റാതെ പോയ കാര്യങ്ങൾ എന്താണ്? ഇവർ ഫ്രീ വിൽ എന്നുള്ള കാര്യങ്ങൾ കണ്ടു, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് കണ്ടു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മറ്റ് പണിഷ്മെൻറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അവർ കണ്ടില്ല. അവർ കാണാതെ പോയത് ഈ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റിയില്ല ഈ സ്കൂളിൻ്റെ ആൾക്കാർക്ക്. അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ക്രൈം. മനുഷ്യർ ഫ്രീ വില്ലിൽ അങ്ങ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോഴും അവിടെ മനഃശാസ്ത്രപരമായിട്ട് ഇതിന് വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോയെന്നോ അല്ലെങ്കിൽ സാമൂഹികപരമായി ഇങ്ങനെ ഒരു ക്രൈം ഉണ്ടാവാനായിട്ട് ഇപ്പം പട്ടിണി പോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും അവർക്ക് ഡെപ്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അപ്പം സൈക്കോളജിക്കൽ സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സിനെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്
ഈ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇനി ക്ലാസിക്കൽ സ്കൂൾ 18-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 19-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നിയോ ക്ലാസിക്കൽ സ്കൂൾ വരികയാണ്, ക്രിമിനോളജിയുടെ നിയോ ക്ലാസിക്കൽ സ്കൂൾ. അപ്പോൾ നിയോ ക്ലാസിക്കൽ സ്കൂളിലെ വ്യത്യാസം എന്താണ്? നിയോ ക്ലാസിക്കൽ സ്കൂളിൽ എന്താണ് സംഭവിച്ചത്? 19-ാം സെഞ്ച്വറിയിൽ ഈ നിയോ ക്ലാസിക്കൽ തിയറി പറയുന്നത് ക്രൈം എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. പക്ഷേ അവിടെ ഒരു മെൻ്റൽ ഹെൽത്തും ആ ക്രൈം ചെയ്യുന്ന ആളുടെ ഒരു പ്രായവും നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു തിയറി നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ വരികയാണ് 19-ാം സെഞ്ച്വറിയിൽ. 19-ാം സെഞ്ച്വറി പറയുമ്പോൾ 1880-കളിലാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അതായത് ക്രൈം ഒരു ചോയ്സാണ്, ഫ്രീ വില്ല് വഴി തന്നെ ക്രൈം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സാണ്. അതിനകത്ത് ഭൂതവും പിറേതമൊന്നുമില്ല, അതൊക്കെ എഗ്രി ചെയ്യുന്നു. ഒരാളുടെ ഒരു തീരുമാനമാണ് അങ്ങനെ ചെയ്യണോ വേണ്ടയോ, പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തി എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു വ്യക്തി അയാളുടെ സ്വാതന്ത്ര്യത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ടാണ് ഒരു ക്രൈം ഉണ്ടാകുന്നത്, ഒരു ചോയ്സാണ് എന്ന് പറയുകയാണ്. പക്ഷേ അത് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രായവും മാനസികാരോഗ്യവും ചിലപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് കൺസിഡർ ചെയ്യണം. ഒരു പക്ഷേ അതിനകത്ത് കൊയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിർബന്ധിച്ച് ചെയ്യിക്കുന്ന കുറ്റങ്ങളാണെങ്കിൽ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യണം എന്ന് പറയുന്ന തിയറിയാണ് നിയോ ക്ലാസിക്കൽ തിയറി. അപ്പം അതിനകത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ പണ്ട് കുട്ടികൾ ചെയ്തിരുന്നെങ്കിലും ഈ മുതിർന്നവർ ചെയ്യുന്നത് പോലെയുള്ള പണിഷ്മെൻ്റാണ്. അപ്പോൾ അത് ശരിയല്ല, കാര്യം അവർക്ക് അതിനുള്ള പക്വതയായിട്ടില്ല. എന്താണ് തെറ്റ് ശരി എന്ന് വിലയിരുത്താനുള്ള ഒരു പക്വതയാവാത്ത കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന തെറ്റിന് ആ ഒരു വ്യക്തത, ഒരു തെറ്റും ശരിയും തമ്മിലുള്ള വ്യക്തതയുള്ളവർ ചെയ്യുന്ന കുറ്റവുമായിട്ട് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഈ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ഒക്കെ വരുമ്പോഴും അതാണ് വന്നിരിക്കുന്നത്. അപ്പം ചൈൽഡ് ഒഫൻഡേഴ്സിനെ അഡൾട്ട്സിന് ആയിട്ട് ഡിഫറൻ്റായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റത്തിലൊക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചാൽ ഈ നിയോ ക്ലാസിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ നിർഭയ കേസ് എടുത്ത് നോക്കിയാൽ പോലും അതിനകത്ത് ഏറ്റവും വയലൻ്റായിട്ട് പെരുമാറിയത് ഒരു 18 വയസ്സിൽ കുറഞ്ഞ ആളാണെങ്കിൽ പോലും 17 വയസ്സുള്ള ഒരാളാണെങ്കിൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ആ പ്രായത്തിൻ്റെ ആനുകൂല്യം അന്നത്തെ നിയമം വെച്ച് ലഭിക്കുകയും ഒരു റിഫോം ഹോമിലേക്ക് ഒരു ലൈറ്റർ സെൻറ്റൻസ് കൊടുക്കുകയായിരുന്നു അന്ന് ചെയ്തത്, അന്നത്തെ നിയമം. അപ്പോൾ ഈ നിയമം 2000-ലെ നിയമമായിരുന്നു. 2000-ലെ നിയമം അനുസരിച്ച് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അന്നത്തെ നിയമം അനുസരിച്ചാണ് ശിക്ഷ വിധിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ നിയോ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാക്കിയ നിയമമാണ് JJ ആക്ട് 2000. ഈ ഒരു ക്രൈമിന് ശേഷമാണ് 2015 അത് അമെൻഡ് ചെയ്ത് കുറച്ചുകൂടി സ്ട്രെഞ്ചർ പണിഷ്മെൻറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ നിയോ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഒരു പ്രധാന തിയറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ഫ്രീ വില്ലിൽ തന്നെ ചെയ്യുന്നതാണ്, അതൊരു കാര്യം. പക്ഷേ അവിടെ ആളുകളുടെ പ്രായവും മാനസികാരോഗ്യവും അത് ഒരു സ്വതന്ത്ര താല്പര്യത്തോടുകൂടി ചെയ്തതാണോ അല്ല മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ ചെയ്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചാൽ, ആര് തീരുമാനിക്കും ഈ കാര്യങ്ങളൊക്കെ? ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പക്വത എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് തീരുമാനിക്കും? അത് കോടതിയായിരിക്കും പലപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് ലീനിയൻസി വേണം എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ പണിഷ്മെൻ്റ് ആർക്ക് കൊടുക്കണം, വലിയ പണിഷ്മെൻ്റ് ആര് കൊടുക്കണം എന്നുള്ളതൊക്കെ പലപ്പോഴും കോടതിയുടെ തീരുമാനത്തിൽ പോവും. അത് പലപ്പോഴും സബ്ജക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം. എന്നാലും നമുക്ക് ആ ഒരു പ്രീ ക്ലാസിക്കൽ പീരീഡിൽ നിന്ന് ക്ലാസിക്കൽ പീരീഡിൽ നിന്ന് ശേഷം നിയോ ക്ലാസിക്കൽ പീരീഡിലേക്ക് വന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആ ഒരു പ്രോഗ്രസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോസിറ്റീവ് സ്കൂൾ ഓഫ് ക്രിമിനോളജിയിൽ എന്താണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഈ പോസിറ്റീവ് സ്കൂളിൽ എന്താണ് പഠിക്കുന്നത്? പോസിറ്റീവ് സ്കൂളിലും ഇതുപോലെ സിസേറെ ലൊംബ്രോസോയും എൻട്രിക്കോ ഫെറിയും റാഫേൽ ഗാരോഫാലോയും ഒക്കെയാണ് ഇതിൻ്റെ തിങ്കേഴ്സ്. അപ്പം ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു തിയറിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പോസിറ്റീവ് സ്കൂൾ വരുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് അങ്ങ് പഠിക്കാമല്ലോ, റീസണിങ് എല്ലാം വേറെ ചേർന്നിട്ടാണ് ക്രൈം ഉണ്ടാകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പോസിറ്റീവ് സ്കൂളിൽ വരുന്നത്. അവിടെ ഒരു എക്സ്പെരിമെൻറ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, റീസണിങ്ങിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാന തീം എന്താണെന്നറിയോ? ഈ പോസിറ്റീവ് സ്കൂൾ ഓഫ് ക്രിമിനോളജിയുടെ പ്രധാനമായ ഒരു ആശയം എന്താണ്? ക്രൈം ബയോളജിക്കലി ഡിറ്റർമിൻഡ് ആണെന്നുള്ളതാണ് ഈ ലംബ്രോസോ
പറയുന്നത്. ഇപ്പോൾ അപ്പോൾ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജീവശാസ്ത്രപരമായ ഒരു സ്വാധീനം എല്ലാ കുറ്റത്തിൻ്റെയും പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഓരോരോ സ്കൂളുകളാണ്, ഓരോരുത്തരും ഓരോരോ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ പ്രീ ക്ലാസിക്കൽ ഏരിയയിൽ ഒരു കാര്യത്തിലേക്ക് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു രീതിയിൽ മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരുടെ ഒരു ലെൻസ് വളരെ ചെറിയൊരു ലെൻസാണ്. ആ ലെൻസിനെ കുറച്ചുകൂടെ വൈഡറാക്കി ക്ലാസിക്കലിനെ കുറേയും കൂടെ വൈഡറാക്കി നിയോ ക്ലാസിക്കൽ. അപ്പോൾ അതിനുശേഷം ഈ പോസിറ്റീവ് സ്കൂൾ വരുന്ന സമയത്ത് അവർ പറയുന്ന സാധനം ഇത് വൈഡറായോ എന്നുള്ളതല്ല. ഈ പോസിറ്റീവ് സ്കൂൾ പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ബയോളജിക്കൽ ഫാക്ടർ കൺസിഡർ ചെയ്യണം എന്ന് പറയണം. ബയോളജിക്കലി ആണ് ക്രൈം ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ലംബ്രോസോ പറയുന്നത് ക്രിമിനൽസിന് ചില ഫിസിക്കൽ അബ്നോർമാലിറ്റി തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒരു ക്രിമിനലിനെ കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം എന്നുള്ളതാണ്. ക്രിമിനൽസിൻ്റെ ബാഹ്യരൂപം കണ്ട് അയാൾ ക്രിമിനൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാമെന്നാണ് ലംബ്രോസോ പറയുന്നത്. അപ്പോൾ ക്രിമിനൽസിന് ചില സ്ലാൻഡഡ് ആയിട്ടുള്ള ഫോർഹെഡ് ഉണ്ട്, അത് നെറ്റി, ഒരു ചരിഞ്ഞ നെറ്റി, അതുപോലെ നീളം കൂടിയ കൈകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്രിമിനലിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, കാഴ്ചയിൽ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ക്രിമിനൽ ആണോ എന്ന് അറിയാം. അപ്പം ക്രിമിനൽസിനെ ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്കലായിട്ടുള്ള ട്രെയ്റ്റ്സ് അനുസരിച്ച് അവരെ പ്രൊഫൈൽ ചെയ്യാവുന്നതും അങ്ങനെയുള്ളവരെ മാർക്ക് ചെയ്ത് വെക്കാവുന്നതും ആണ് ലംബ്രോസോ പറഞ്ഞത്. പക്ഷേ ഇത് മോഡേൺ സയൻസ് ഇത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ബാഹ്യരൂപം കണ്ടൊന്നും ക്രിമിനൽസിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മോഡേൺ സയൻസ് പറയുന്നത്. പക്ഷേ പോസിറ്റീവ് സ്കൂളിൽ ഈ ലംബ്രോസോ പോലെയുള്ള തിങ്കേഴ്സ് പറയുന്നത് അങ്ങനെയല്ല, ബയോളജിക്കലി തന്നെ ആരാണ് കുറ്റവാളി എന്ന് അറിയാൻ. കാര്യം അവർക്ക് ചില ലക്ഷണങ്ങളുണ്ട്, ആ ലക്ഷണങ്ങൾ വെച്ച് അവരെ തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണല്ലോ ജെനറ്റിക്സ്. അപ്പം ജെനറ്റിക്സും ഒക്കെ, അതായത് ചില ജീനിൽപ്പെട്ട ആൾക്കാർ, ചില വംശത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് ചില റേസിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ക്രൈമിന് ടെൻഡൻസി കൂടുതലുണ്ട് എന്നൊക്കെ ഉള്ളതെല്ലാം ഈ പോസിറ്റീവ് സ്കൂൾ ഓഫ് ക്രിമിനോളജിയുടെ ചില ഒരു ചിന്താഗതികളാണ്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ മോഡേൺ സയൻസ് വരുമ്പോൾ ജെനറ്റിക്സിനേക്കാളും കൂടുതലായിട്ട് ഒരു സോഷ്യലും എൻവയോൺമെൻ്റലായിട്ടുള്ള ഫാക്ടേഴ്സാണ് ക്രൈമിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. അപ്പം ഈ ജെനറ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ ബയോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് ഈ പോസിറ്റീവ് സ്കൂളിൻ്റെ ഒരു പോരായ്മ. അവിടെ എക്സ്പെരിമെൻ്റൽ റീസണിംഗ് ഒക്കെ ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് ബയോളജി മാത്രമേ കണ്ടുള്ളൂ. ബയോളജി കൊണ്ടാണ്, അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ തീരുമാനിക്കപ്പെടുകയാണ് അവൻ കുറ്റവാളി ആകണോ ആകണ്ടയോ, അവന് ഒരു ചരിഞ്ഞ നെറ്റിയോ, നീളം കൂടി ചരിഞ്ഞ നെറ്റിയോ, നീളം കൂടിയ കൈകളോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്രത്യേക റേസിൽപ്പെട്ട ആൾക്കാരാണെങ്കിലോ ആ ജനിതക സ്വഭാവം കൊണ്ട് തന്നെ ചിലർ കുറ്റവാളികളാവുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് സ്കൂള്. അതാണ് ലംബ്രോസോ പറഞ്ഞത്. പക്ഷേ ഇത് മോഡേൺ സയൻറ്റിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഈ ജെനറ്റിക്സിനേക്കാളും ഒക്കെ, ജെനറ്റിക്സിന് റോളില്ല എന്ന് പറയുന്നില്ല, ജെനറ്റിക്സിനേക്കാളും കൂടുതലായിട്ട് സാമൂഹ്യപരമായ കാര്യങ്ങളും പരിസ്ഥിതിപരമായ കാര്യങ്ങളുമാണ് ഒരാളെ കുറ്റവാളിയാക്കി മാറ്റുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ വേറൊരു വശം പറഞ്ഞാൽ, ഈ പറഞ്ഞ നീളം കൂടിയ കൈയുള്ള ആളോ വീതി കൂടി ചരിഞ്ഞ നെറ്റിയുള്ള ആൾക്കാരോ പലരും ചില കുറ്റവാളികളാവണമെന്നില്ല. ഈ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവരും കുറ്റം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനകത്ത് സോഷ്യൽ ആംഗിളും എൻവയോൺമെൻ്റൽ ആംഗിളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ പോസിറ്റീവ് സ്കൂൾ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? 1850-കൾക്ക് ശേഷമാണ്. അപ്പോൾ 1850-കൾക്ക് ശേഷമാണ് ഈ തിയറി വരുന്നത്, പോസിറ്റീവ് സ്കൂൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സിസേർ ലംബ്രോസോയും റാഫേൽ ഗാരോഫാലോയും എൻട്രിക്കോ ഫെറിയുമൊക്കെയാണ് ഫൗണ്ടേഴ്സ്. ഈ പേരെല്ലാം ഓർത്ത് വയ്ക്കണം, കാര്യം ഇതെല്ലാം എസ്സേക്കകത്ത് എഴുതാനുള്ള പേരുകളാണ്. ലംബ്രോസോയും ഗാരോഫാലോയും ഫെറിയും. അപ്പോൾ ഇവർ പറയുന്നത് ക്രിമിനൽസ് ആർ ബോൺ ഡിഫറൻ്റ് എന്നുള്ളതാണ്. അവർ ജനിക്കുമ്പോഴേ വ്യത്യാസമാണ്. കാര്യം ബയോളജിക്കലും സൈക്കോളജിക്കലും സോഷ്യൽ ഫാക്ടേഴ്സും ഒക്കെ, സോഷ്യൽ ഫാക്ടേഴ്സിന് അവർ അത്ര സ്ട്രെസ് കൊടുത്തില്ല. ബയോളജിക്കലിയും സൈക്കോളജിക്കലും, ഈ സൈക്കോളജിയും ബയോളജിയും കണക്റ്റഡ് ആണല്ലോ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് സൈക്കോളജി. അപ്പോൾ അവർ ജനിക്കുമ്പോൾ തന്നെ അവർ കുറ്റവാളികളായിട്ട് അങ്ങ് ജനിക്കുകയാണ്. അതിനകത്തൊരു ഫ്രീ വില്ലിനേക്കാളൊക്കെ ഉപരി ഇവർ ജനിക്കുമ്പോഴേ അവർ കുറ്റവാളികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ പോസിറ്റീവ് സ്കൂളിൻ്റെ സബ് ബ്രാഞ്ചുകളാണ് ബയോളജിക്കൽ പോസിറ്റീവിസം,
സൈക്കോളജിക്കൽ പോസിറ്റിവിസം, സോഷ്യോളജിക്കൽ പോസിറ്റിവിസം. അപ്പം ബയോളജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ശരീരഘടനയുള്ളവർ കുറ്റവാളികളാണ്. സൈക്കോളജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ പ്രത്യേക മനഃശാസ്ത്രപരമായി ഇന്ന പ്രത്യേകതകളുള്ളവരെല്ലാം കുറ്റവാളികളാണ്. സോഷ്യോളജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താ, ചില വംശങ്ങൾ അല്ലെങ്കിൽ ചില കാസ്റ്റുകൾ അവരെല്ലാം കുറ്റവാളികളാണ് എന്നുള്ള ഒരു ചിന്ത. ജനിക്കുമ്പോൾ തന്നെ അവർ കുറ്റവാളികളായി മാറി എന്നുള്ളതാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ പോസിറ്റിവിസത്തിലേക്ക് കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകാം. കാര്യം ഇതിൻ്റെ സബ് തിയറികൾ എടുത്ത് ചോദിച്ചാൽ പോസിറ്റീവ് സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ബയോളജിക്കൽ പോസിറ്റിവിസം എന്താണെന്ന് ചോദിച്ചാൽ, ലംബ്രോസോയുടെ തിയറി എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ചില ബോൺ ക്രിമിനൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചില ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നീളം കൂടിയ കൈകൾ, ചരിഞ്ഞ നെറ്റി, അല്ലെങ്കിൽ ലാർജ് ജോസ് എന്ന് പറഞ്ഞാൽ താടിയല്ല്, വലിയ താടിയല്ലും ഒക്കെ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളവരുടെ പ്രത്യേകതയാണെന്നുള്ളതാണ് ലംബ്രോസോ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു എക്സെപ്ഷനാണ് ടെഡ് ബണ്ടി എന്ന് പറയുന്ന. ടെഡ് ബണ്ടി USA ഒരു സീരിയൽ കില്ലറായിരുന്നു. അപ്പോൾ ഈ ടെഡ് ബണ്ടിക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളില്ല. അതായത് പുള്ളിക്ക് ഒരു വളരെ ചാമിങ് ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്കായിരുന്നു. പക്ഷേ ആളൊരു സൈക്കോപാത്തായിരുന്നു. അപ്പോൾ ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇനി നമ്മുടെ ഈ ലെക്ചറിൻ്റെ അവസാനം നമ്മൾ സൈക്കോപാത്തുകളെ പറ്റി പഠിക്കും. സോഷ്യോപാത്തുകളെ പറ്റിയും സൈക്കോപാത്തുകളെ പറ്റിയും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡെപ്തിൽ പോകാം. എന്നാലും ടെഡ് ബണ്ടിയുടെ കാര്യം ആ സമയത്തൊന്ന് ഓർത്തിരിക്കുക, ഇപ്പോഴും ഒന്ന് കണക്ട് ചെയ്യുക. എന്താണ് ഇതിനകത്ത് ഈ തിയറി പൂർണ്ണമായി ശരിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടെഡ് ബണ്ടിയുടെ കാര്യം പറയുന്നത്. അപ്പം ഈ ടെഡ് ബണ്ടിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അതായത് ചരിഞ്ഞ നെറ്റിയോ നീളം കൂടിയ കൈകളോ അല്ലെങ്കിൽ ലാർജോ ഒന്നുമില്ല. വളരെ വിയേഡായിട്ടുള്ള പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. വളരെ ചാമിങ് ആയിട്ടുള്ള ലുക്കാണ്. പക്ഷേ ആളൊരു സൈക്കോപാത്തായിരുന്നു. ഒരുപാട് പേരെ കൊന്നു, സീരിയൽ കില്ലറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തിയറി പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. ബയോളജിക്കൽ പോസിറ്റിവിസം പൂർണ്ണമായും ശരിയല്ല. ഇനി സൈക്കോളജിക്കൽ പോസിറ്റിവിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? സൈക്കോളജിക്കൽ പോസിറ്റിവിസം പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ ഇവർ ക്രിമിനൽസ് ആണെന്നുള്ളതാണ് ഇതിനകത്തെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് കാരണം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ചിലർക്ക് മാനസികമായ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിഫക്ട്സോടുകൂടി ആയിരിക്കാം ഉണ്ടാവുന്നത്, സൈക്കോളജിക്കൽ ഡിഫക്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സൈക്കോളജിക്കലി തന്നെ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിലുള്ള അവരുടെ പ്രശ്നങ്ങൾ കാരണമാണ് അവർ ക്രിമിനൽ ടെൻഡൻസീസ് കാണിക്കുന്നുള്ളതാണ് സൈക്കോളജിക്കൽ പോസിറ്റിവിസം തിയറി. അപ്പോൾ അതിനവർ എക്സാമ്പിളായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല സീരിയൽ കില്ലേഴ്സിനെ എടുത്ത് പരിശോധിച്ചാൽ ഇവർക്ക് പലർക്കും സൈക്കോപ്പതിക്കായിട്ടുള്ള ചില ടെൻഡൻസീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എമ്പതി ഇല്ലാതിരിക്കുക, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഇല്ലാതിരിക്കുക. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? എമ്പതി എന്ന് പറഞ്ഞാൽ ഈ സിമ്പതി, എമ്പതി, കമ്പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. അതിലെ സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരാളെ കാണുമ്പോൾ അയ്യോ ഒരാൾ വിശന്നിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയ്യോ അയാൾക്ക് വിശന്നിരിക്കുകയാണല്ലോ എന്നുള്ളൊരു അലിവ് തോന്നുന്നു, ഒരു അനുകമ്പ തോന്നുന്നതിനെയാണ് സിമ്പതി എന്ന് പറഞ്ഞാൽ. അപ്പം എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് ആ വിശന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ഫീല് നമുക്കും വരികയാണല്ലോ. അയാളുടെ ഒരു പ്രയാസം നമ്മുടെ പ്രയാസമായിട്ടും നമുക്ക് തോന്നുകയാണെങ്കിൽ, ഒരാൾ കരയുന്നത് കാണുമ്പോൾ നമുക്കും കരച്ചിൽ വരുവാണെങ്കിൽ അതാണ് എമ്പതി. നമ്മൾ മറ്റേ ആളുടെ ഷൂസിൽ നിന്ന് തിങ്ക് ചെയ്യുന്നതാണ് എമ്പതി. കമ്പാഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകും. കമ്പാഷൻ എന്ന് പറയുമ്പം ഒരാൾ വിശന്നിരിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ അയാളുടെ ഷൂസിൽ നിന്ന് തിങ്ക് ചെയ്തതിന് ശേഷം അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ പോകുന്നതിനെയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഈ ടോപ്പിക്ക് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പല ക്രിമിനൽസിനും ഈ എമ്പതി ഇല്ലാതെ ഇരിക്കുക. എമ്പതി മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു ആംഗിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് എമ്പതി പഠിക്കുന്നത്. അപ്പം ആ കാര്യങ്ങൾ നോർമലി വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ എമ്പതി തോന്നണം ചില സിറ്റുവേഷനിൽ. പക്ഷേ ഈ ചില മാനസികമായ പ്രശ്നമുള്ള ആൾക്ക് എമ്പതിയേ ഇല്ല. മറ്റൊരാൾ എത്ര പ്രയാസപ്പെട്ടാലും യാതൊരു വിഷമവും തോന്നാതെ ഇരിക്കുക. അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കൊണ്ട് വേറൊരാളെ ABC ഉണ്ടെന്ന് വിചാരിക്കുക, Aക്ക് CA ഉപദ്രവിക്കണം, പക്ഷേ നേരിട്ട് ഉപദ്രവിക്കാതെ BA കൊണ്ട് Cക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കുക, BA മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വിഷയം ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാം മാനിപ്പുലേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ബിഹേവിയർ എല്ലാം ജനിക്കുമ്പോഴേ സൈക്കോളജിക്കലായിട്ട് ചില ആൾക്കാരിൽ ഉണ്ടെന്നാണ് സൈക്കോളജിക്കൽ പോസിറ്റിവിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അത് മെൻ്റൽ ഡിസോർഡേഴ്സ് ആവാം, പേഴ്സണാലിറ്റി ഡിഫക്ട്സ് ആവാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമയാവാം. ഇതാണ് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ പോസിറ്റിവിസം. ഇനി സോഷ്യോളജിക്കൽ പോസിറ്റിവിസത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? ഇതൊരു പോസിറ്റീവ്സാണ്. അപ്പോൾ അത് പറയുന്നത് എന്താണ്? ചില ആളുകൾ, ചില കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവർ ക്രിമിനൽസ് ആയിരിക്കും.
എന്നുള്ളതാണ് സോഷ്യോളജിക്കൽ പോസിറ്റിവിസം പറയുന്നത്. ഇപ്പോൾ ചില കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, അത് ചിലപ്പം കാസ്റ്റ് ആവാം, അല്ലെങ്കിൽ ക്ലാസ് ആവാം, ചില ആൾക്കാർ റേസ് ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അതൊരു സൊസൈറ്റിയുടെ ആംഗിൾ നോക്കിയാൽ ചില പ്രത്യേക ടാഗ് ഉള്ള ആൾക്കാർ ക്രിമിനൽസ് ആയിരിക്കാം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതാണ് ഈ സ്ലമ്മുകളിലൊക്കെ ഉള്ള ആൾക്കാർ ക്രിമിനൽസ് ആയിരിക്കുമെന്നുള്ള പൊതുധാരണ. അത് ആണ് ഈ സോഷ്യോളജിക്കൽ പോസിറ്റീവ്സ്. അപ്പോൾ അത് അങ്ങനെ ആവാനുള്ള കാരണം ചിലപ്പം പട്ടിണിയാവാം, വിദ്യാഭ്യാസത്തിന് കുറവായിരിക്കാം, അല്ലെങ്കിൽ പിയർ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പരിതസ്ഥിതിയുടെ സ്വാധീനമായിരിക്കാം. എന്നാലും ഇതെല്ലാം കൂടെ ചേർന്ന് അങ്ങനെയുള്ള ഒരു മുദ്രകുത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ ക്രിമിനൽ സ്വഭാവം കാണിക്കാം എന്നുള്ളതാണ് സോഷ്യോളജിക്കൽ പോസിറ്റിവിസം. അപ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവും സാമ്പത്തികമായ പരാധീനതകളും ഒക്കെ ഉണ്ടാവാം. എന്നാലും ഇതാണ് സോഷ്യോളജിക്കൽ പോസിറ്റിവിസം. ഇനി ക്ലിനിക്കൽ, 5ാമത്തെ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ ക്ലിനിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. ക്ലിനിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയിൽ എന്താണ് പഠിക്കുന്നത്? ക്ലിനിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയിൽ ഒരു സൈക്യാട്രിക് ആയിട്ടുള്ളതും സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിനാണ് ക്ലിനിക്കൽ സ്കൂൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് മനഃശാസ്ത്രമായ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണ്. ഇപ്പോൾ പോസിറ്റീവ് സ്കൂൾ കൂടുതൽ, അതിനകത്തും സൈക്കോളജി ഉണ്ട്, 2ാമത്തെ സ്കൂളിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. എന്നാലും കൂടുതൽ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റാണ് കുറച്ചും കൂടെ എംഫസൈസ് ചെയ്യുന്നത് പോസിറ്റീവ് സ്കൂളിന്. അതിനെ കുറച്ചും കൂടെ അതിൻ്റെ തന്നെ ഒരു സബ് ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കും സൈക്യാട്രിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണ് ക്ലിനിക്കൽ സ്കൂൾ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ക്ലിനിക്കൽ സ്കൂൾ പക്ഷേ ഒരു ക്രൈമിനെ ഒരു മെൻ്റൽ ഡിസോർഡർ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ക്രൈം എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്, ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലോ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ ഈ ചെറുപ്പത്തിലുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളിൽ കൂടിയാണ് ക്രൈം ഉണ്ടാവുന്നതെന്നാണ് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി പറയുന്നത്. ചെറുപ്പ കാലഘട്ടത്തിലുള്ള തീരുമാനമാവാതെ കിടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളിൽ നിന്നാണ് ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സംഘർഷം പരിഹരിച്ചാൽ ക്രൈമും ഇല്ലാതെയാവും എന്നുള്ളതാണ് ഫ്രോയിഡിൻ്റെ ഈ തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ സൈഡിൽ നമ്മൾ ആലോചിച്ചാൽ. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ശരിയാണെന്നൊന്നുമില്ല. ഇതൊരു സ്കൂളാണ്, ആ സ്കൂളിൻ്റെ തിയറി ഇതാണ് എന്ന് മാത്രമേ ഇതിനകത്ത് അർത്ഥമുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കോഹ്ലി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം നിതാരി സീരിയൽ മർഡേഴ്സ് എന്ന് പറഞ്ഞ കുറേ സീരിയൽ മർഡറുകൾ UP-യിൽ, സുരേന്ദ്ര കോഹ്ലി എന്ന് പറയുന്ന ആൾ UP-യിൽ 2011 കാലഘട്ടത്തിലുള്ള കേസാണ്. അപ്പോൾ അതിനകത്ത് ഈ സുരേന്ദ്ര കോഹ്ലി ഒരുപാട് സീരിയൽ മർഡറുകൾ ചെയ്തു. പക്ഷേ ഇയാൾക്കൊരു സൈക്കോപ്പതി നമ്മൾ മുമ്പേ പറഞ്ഞു, സോഷ്യോപ്പതിയും സൈക്കോപ്പതിയും ഉണ്ട്. അപ്പോൾ സൈക്കോപ്പതിക്കായിട്ടുള്ള ടെൻഡൻസി ഉള്ള ആളാണ് ഈ കോഹ്ലി. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാനസിക പ്രശ്നമുണ്ട്. അപ്പം മാനസിക പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് പകരം, മാനസിക പ്രശ്നമുള്ള ആളൊരു നോർമൽ ആളല്ല, ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ബോധം വെച്ച് ചെയ്യുന്നതല്ല, ബോധമില്ലാതെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഫ്രീ വിൽ അവിടെ ഇല്ല, ഒരു ചോയ്സ് ഇല്ല, ഫ്രീ വിൽ ഇല്ല, നോളജ് അല്ല, അയാളുടെ മനസ്സിൻ്റെ കൺട്രോൾ അയാളുടെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു പണിഷ്മെൻ്റ് അല്ല അവിടെ വേണ്ടത്, അവിടെ വേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്ന സ്കൂളാണ് ക്ലിനിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. അപ്പോൾ 5 സ്കൂൾ നമ്മൾ പഠിച്ചു. ഇനി 6ാമത്തെ സ്കൂളിലേക്ക് പോവുകയാണ്. 6ാമത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ സ്കൂളാണ്. അപ്പോൾ സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്താണ് പറയുന്നത്? സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി പറയുന്നത് സൊസൈറ്റിയുടെ കണ്ടീഷൻസ്, അതായത് ദാരിദ്ര്യം, ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 2 പേര് തമ്മിലുള്ള സാമ്പത്തികപരമായ അന്തരം, അല്ലേ? സാമ്പത്തികമാവാം, പലതരത്തിലുള്ള അന്തരമാവാം, റേഷ്യൽ അന്തരമാവാം, കാസ്റ്റ് അന്തരമാവാം, എന്തെങ്കിലും ആവാം. അപ്പം സാമൂഹികമായ കാരണങ്ങൾ കൊണ്ടാണ് ക്രൈം ഉണ്ടാവുന്നത്. കുറ്റം ഉണ്ടാവണമെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളാണ്. സമൂഹമാണ് ആദ്യം നന്നാവേണ്ടത്, വ്യക്തിയല്ല നന്നാവേണ്ടത്. സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വ്യക്തി കുറ്റം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സമൂഹമാണ് മാറേണ്ടത്, വ്യക്തിയല്ല മാറേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തി കുറ്റം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ പട്ടിണിയുണ്ട്, സമൂഹത്തിൽ ഇനീക്വാളിറ്റി ഉണ്ട്, സമൂഹത്തിൽ പിയർ പ്രഷറുണ്ട്.
ഇപ്പോൾ സമൂഹം വ്യക്തിയെ കൊണ്ട് കുറ്റം ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് സോഷ്യോളജിക്കൽ തിയറി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റോബർട്ട് കെ മെർട്ടൻ്റെ സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾ എന്തുകൊണ്ട് കുറ്റത്തിലേക്ക് പോകുന്നു, കുറ്റം ചെയ്യുന്നു? കാര്യം അവരെ സമൂഹം പ്രഷറൈസ് ചെയ്ത് അവർക്ക് ന്യായമായ രീതിയിൽ, നിയമപരമായ രീതിയിൽ വിജയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം അടച്ചു വയ്ക്കുമ്പോഴാണ് അവർ കുറ്റത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് റോബർട്ട് കെ മെർട്ടൻ്റെ സ്ട്രെയിൻ തിയറി. പീപ്പിൾ ടേൺ ടു ക്രൈം വെൻ ലെജിറ്റിമേറ്റ് മീൻസ് ടു സക്സസ് ആർ ബ്ലോക്ക്ഡ്. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ എക്സാമ്പിളാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഡ്രിവൺ ക്രൈംസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ജോലി പഠിച്ചു, ഒരുപാട് പഠിച്ചു, ഡിഗ്രി പഠിച്ചു, പി ജി പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ജോലി കിട്ടുന്നില്ല. സാമ്പത്തികമായി രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല, പട്ടിണിയാണ്. അപ്പോൾ എന്തു ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യമില്ല. എന്താ വെച്ചാൽ സ്റ്റേറ്റിന് ഒരു ജോലി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, സ്റ്റേറ്റിന് സ്വന്തമായിട്ട്, ഗവൺമെൻറ്റിന് സ്വന്തമായിട്ടൊരു ജോലി കൊടുക്കാൻ പറ്റുന്നില്ല, അല്ല ഇവിടെ വ്യവസായങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നില്ല. യാതൊരു തരത്തിലും ഒരു പഠിത്തമുള്ള ഒരാൾക്കൊരു ജോലി കിട്ടി കുടുംബത്തെ നയിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ, ആഹാരം കഴിക്കാനുള്ള ഒരു സാഹചര്യം നാട്ടിൽ ഇല്ലാതിരിക്കുക ആരുടെ പ്രശ്നമാണ്? സൊസൈറ്റിയുടെ പ്രശ്നമാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അവരങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അഭ്യസ്തവിദ്യരായ ആൾക്കാർ കുറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അതാണ് ഈ സോഷ്യോളജിക്കൽ സ്കൂൾ പറയുന്നത്. അതായത് പലപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് ഡ്രിവൺ ക്രൈംസ് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും വൈറ്റ് കോളർ ക്രൈംസിന് പലപ്പോഴും ഈ എക്കണോമിക് ഡിസ്ട്രസ് ഒരു കാരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം കുഴപ്പമില്ല, ശരിയാണല്ലോ, എല്ലാത്തിൻ്റെയും ഉത്തരവാദി സമൂഹമാണ്, എല്ലാ വ്യക്തി ചെയ്യുന്ന എല്ലാ കുറ്റത്തിൻ്റെയും ഉത്തരവാദി സമൂഹമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിനൊരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തും വ്യക്തി ഒരു കുഴപ്പമില്ലാത്ത സമൂഹത്തിലും ക്രൈംസ് ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ഫ്രീ വില്ലിനെ ഈ സോഷ്യോളജിക്കൽ സ്കൂളും ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. വളരെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരും ക്രൈം ചെയ്യുന്നുണ്ട്, വളരെ പാവപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കുന്ന എല്ലാവരും കുറ്റവാളികളാവുന്നുമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഈ തിയറി ഒറ്റയ്ക്ക് നിന്നാൽ അതിന് ശക്തിയില്ല. അതായത് ഈ ഒരു കണ്ണിൽ കൂടെ മാത്രം കണ്ടാൽ, അല്ലെ ഈ ഒരു സ്കൂളിൽ മാത്രം പഠിച്ചിട്ട് വരുന്നവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു 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 പൂർണ്ണമായ ഒരു കാഴ്ചപ്പാടില്ല, ഒരു ചുരുങ്ങിയ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അവരുടെ വീക്ഷണം പൂർണ്ണമല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഈ സ്കൂളിലെ സ്റ്റുഡൻസ് ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സമൂഹമാണ് വ്യക്തിയെ കുറ്റവാളിയാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പട്ടിണി കൊണ്ടാണ് പലപ്പോഴും കുറ്റം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനീക്വാളിറ്റി കൊണ്ടാണ് കുറ്റം ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രഷർ കൊണ്ടാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അവിടെ അവർ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരും കുറ്റവാളികളായി മാറുന്നില്ലെന്നും സമൂഹത്തിൽ എല്ലാ സമ്പൽ സമൃദ്ധി ഉള്ളവർ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിയറി ഒറ്റയ്ക്ക് നിന്നാൽ, അല്ലെങ്കിൽ ഈ സ്കൂളിൽ മാത്രം പഠിച്ചവരുടെ കാര്യങ്ങൾ മാത്രം വെച്ചാൽ നമുക്ക് അവിടെയും ക്രൈമിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനോ പൂർണ്ണമായി ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും സോഷ്യോളജിക്കൽ സ്കൂൾ ഇതാണ്. ഇപ്പോൾ ഇതൊരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം 1900-ൽ 1900. അപ്പം ആ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ സോഷ്യോളജിക്കൽ സ്കൂളിന് പ്രാധാന്യം കിട്ടിയത്. അപ്പം അതുകൊണ്ട് സൊസൈറ്റി, സമൂഹവും പരിതസ്ഥിതിയുമാണ് കുറ്റം ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ സബ് തിയറികളുണ്ട്. ഈ സബ് തിയറികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സബ് തിയറികൾ എന്ന് പറഞ്ഞാൽ അതിനകത്താണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ തിയറി, സ്ട്രെയിൻ തിയറി, ലേബലിംഗ് തിയറി എന്നുള്ള തിയറികളെല്ലാം ഈ സോഷ്യോളജിക്കൽ തിയറിയുടെ ഭാഗമാണ്. പിന്നെ അത് പ്രധാനപ്പെട്ട ഇപ്പോൾ പോസിറ്റീവ് സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതുപോലെ തന്നെ സോഷ്യോളജിക്കൽ സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പോസിറ്റീവ് സ്കൂൾ വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി തന്നെ കുറ്റവാളിയായിട്ടാണ് ജനിക്കുന്നതെന്ന് പറയുന്നതാണ് പോസിറ്റീവ് സ്കൂൾ. സോഷ്യോളജിക്കൽ സ്കൂൾ അങ്ങനെയല്ല പറയുന്നത്. സോഷ്യോളജിക്കൽ സ്കൂളിൽ വ്യക്തി ജനിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൊസൈറ്റിയാണ് വ്യക്തിയെ കുറ്റവാളിയാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് പ്രധാനമായും 3 സബ് സ്കൂളുകളാണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ തിയറിയും, സ്ട്രെയിൻ തിയറിയും, ലേബലിംഗ് തിയറിയും. അപ്പോൾ സോഷ്യൽ ഡിസോർഗനൈസേഷൻ തിയറി കൊണ്ടുവന്നിരിക്കുന്നത് ഷോയും മക്കേയുമാണ്. അതേപോലെ സ്ട്രെയിൻ തിയറി റോബർട്ട് മെർട്ടൻ്റെയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹവാർഡ് ബേക്കറുടെയാണ് ലേബലിംഗ് തിയറി. അപ്പോൾ ഈ 3 തിയറിയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ ഡിസോർഗനൈസേഷൻ തിയറി പറയുന്നത് ഷോയും മക്കേ എന്താ പറയുന്നത് നോക്കാം.
ഇപ്പോൾ ഷോയും മക്കയും ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൂവറായിട്ടുള്ള അൺസ്റ്റേബിളായിട്ടുള്ള നെയ്ബർഹുഡ്സിൽ ക്രൈം വളരെ ഹൈ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ലോ എൻഫോഴ്സ്മെൻറ്റും വീക്കാണ്. അതായത് നിയമം ഉണ്ടായാൽ മാത്രം കാര്യമില്ല, നിയമം എൻഫോഴ്സ് ചെയ്യപ്പെടുകയും വേണം. അപ്പം വളരെ ദാരിദ്ര്യം പിടിച്ച അൺസ്റ്റേബിളായിട്ടുള്ള നെയ്ബർഹുഡിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ക്രൈം കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഡിസോർഗനൈസേഷനാണ്. അതായത് സമൂഹം ഒരു ഒരു അടുക്കും ചിട്ടയില്ലാത്ത അവസ്ഥയിലേക്ക് പോയാൽ, സമൂഹത്തിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ ആ വ്യവസ്ഥ തെറ്റിക്കിടന്നാൽ, ഓർഗനൈസേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയാൽ, അവിടെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ കുറ്റം കൂടുതലായിരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഈ സിറ്റികളിലുള്ള, നഗരപ്രദേശങ്ങളിലുള്ള സ്ലം ഏരിയ, ചേരി പ്രദേശങ്ങൾ. അപ്പോൾ ചേരി പ്രദേശങ്ങളിൽ പലപ്പോഴും ക്രൈം റേറ്റ് കൂടുതലായിരിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ അവിടെ റിസോഴ്സുകളില്ല, അവിടെ ഒരു ഓർഗനൈസേഷൻ ഇല്ല, അവിടെ ലോ എൻഫോഴ്സ്മെൻ്റ് ഇല്ല. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് ആളുകൾ താമസിക്കുകയാണ്. അപ്പോൾ റിസോഴ്സ് ആവശ്യത്തിന് ഓരോരുത്തർക്കും ഇല്ല. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട്. അപ്പോൾ സോഷ്യൽ ഡിസോർഗനൈസേഷനാണ് അവിടെ. അപ്പോൾ സമൂഹമാണ്, ആ സമൂഹത്തിൽ ജീവിക്കുമ്പം അവിടെ കുറ്റങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ സോഷ്യൽ ഡിസോർഗനൈസേഷൻ തിയറി. ഇനിയും സ്ട്രെയിൻ തിയറി എന്താണ്? അപ്പോൾ സ്ട്രെയിൻ തിയറി നമ്മൾ മുമ്പേ പറഞ്ഞ തിയറിയാണ്. എന്താണ്? ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, ഒരു നിയമപരമായിട്ടുള്ള ന്യായമായ രീതിയിൽ രക്ഷപ്പെടാനോ വിജയിക്കാനോ യാതൊരു സാധ്യതയില്ലെങ്കിൽ ആളുകൾ ക്രൈം ചെയ്യുന്നതിലേക്ക് തിരിയും എന്നുള്ളതാണ് റോബർട്ട് മെർട്ടൻ്റെ സ്ട്രെയിൻ തിയറി. അത് ഞാൻ മുമ്പേ ഉദാഹരണം പറഞ്ഞത്, ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു യുവാവ് ഒരു തരത്തിലും ഒരു നല്ല ജോലി ലഭിച്ച് കുടുംബം പുലർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ പലപ്പോഴും റോബറി പോലെയുള്ളതോ അല്ലെങ്കിൽ ഡ്രഗ് ഡീലിംഗ് പോലെയുള്ളതായിട്ടുള്ള കുറ്റങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് റോബർട്ട് മെർട്ടൻ്റെ സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഇനി ഹോവാർഡ് ബേക്കറുടെ ലേബലിംഗ് തിയറി എന്താണ്? ലേബലിംഗ് തിയറി എന്ന് പറഞ്ഞാൽ, സൊസൈറ്റി ഒരാൾക്കൊരു ലേബൽ കൊടുക്കുവാണ്. ഇവൻ മോശക്കാരനാണ്, ഇവൻ കുറ്റവാളിയാണ്, അല്ലെ ഇവൻ ക്രൈം ചെയ്യും എന്നുള്ള ഒരു ലേബൽ കൊടുത്താൽ, ഒരു ഐഡൻറ്റിറ്റി ഒരാൾക്ക് കൊടുത്താൽ, ആ ഐഡൻറ്റിറ്റി വീഴുന്നതോടുകൂടി, ആ ലേബിൾ വീഴുന്നതോടുകൂടി അയാൾ അതായി മാറുകയാണ്. അപ്പോൾ അയാൾ ക്രിമിനൽ ബിഹേവിയർ മാറ്റുകയല്ല ചെയ്യുന്നത്, ആ ക്രിമിനൽ ബിഹേവിയർ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറ്റവാളിയെ സൃഷ്ടിക്കുന്നത് സൊസൈറ്റിയാണ്. എങ്ങനെ? ഒരു ലേബൽ കൊടുക്കുന്നത് വഴി. അപ്പോൾ ഒരു ലേബൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ വീണ്ടും 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 കുറ്റം ചെയ്യും. അപ്പോൾ ഒരു കള്ളൻ എന്നുള്ളൊരു പേര് ഒരാൾക്ക് വീണാൽ അയാളെ പിന്നെ ആരും വിശ്വസിക്കത്തില്ല. അയാളെ കള്ളൻ എന്നുള്ള ഒരു പേര് തന്നെ ആയിരിക്കും അയാൾ അറിയപ്പെടുന്നത്. പിന്നെ അയാൾ എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും കള്ളൻ എന്നുള്ള ഒരു ലേബിൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ആ ലേബലിനനുസരിച്ച് അയാൾ പിന്നെ ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെ ആണെങ്കിൽ പോലും നമുക്കൊരു ലേബൽ വീണാൽ ആ ലേബലിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു ടെൻഡൻസി മനുഷ്യനുണ്ട്. അത് നല്ല ലേബൽ വീണാൽ നല്ല ലേബലിനനുസരിച്ചും, മോശം ലേബൽ വീണാൽ മോശം ലേബലിനനുസരിച്ചും. സൊസൈറ്റിയുടെ ലേബലിന് ആൾക്കാർ ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട്. വ്യക്തികൾ തന്നെ അവർക്ക് തന്നെ ഒരു ലേബൽ പലപ്പോഴും ഇടാറില്ല. ഞാൻ ഇങ്ങനെയാണെന്നുള്ളതിനേക്കാളും കൂടുതൽ ബാക്കിയുള്ളവർ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ള ആ കണ്ണിൽ കൂടെ അവരുടെ കണ്ണിൽ എന്താണോ അതായി തീരാനായിട്ട് പലപ്പോഴും ആളുകൾ ശ്രമിക്കാറുണ്ട്. അതാണ് ഈ ലേബലിംഗ് തിയറി. അത് ഹോവാർഡ് ബേക്കറുടെ ലേബലിംഗ് തിയറി ഇതാണ്. അപ്പോൾ സൊസൈറ്റി ഒരാളെ ക്രിമിനലായിട്ട് ലേബൽ ചെയ്തത്, വെൻ സൊസൈറ്റി ലേബൽ സമ്മൺ ആസ് ക്രിമിനൽ ദേ കണ്ടിന്യൂ ക്രിമിനൽ ബിഹേവിയർ എന്നുള്ളതാണ് സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി. ഇനി മാർക്സിസ്റ്റ് സ്കൂൾ എന്താണ്? മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സിൻ്റെ തിയറിയാണ്. കാൾ മാർക്സിൻ്റെ തിയറി എന്നാണ്. അതിനെ കോൺഫ്ലിക്റ്റ് സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് പറയും. അപ്പം കാറൽ മാർക്സിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഒരാൾ ക്രിമിനലായി മാറുന്നത്, അല്ലെങ്കിൽ ക്രൈം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പോൾ കാറൽ മാർക്സ് കാലഘട്ടത്തിന് ശേഷമാണ് ഇത് കുറച്ചുകൂടെ പ്രബലമായി വന്നത്. അപ്പോൾ മിഡ് 20th സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ 1950-കൾക്ക് ശേഷമാണ് ഈ കോൺഫ്ലിക്റ്റ് തിയറി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് തിയറി ഈ ഒരു കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്തത്. മാർക്സിസ്റ്റ് തിയറി പല കാര്യത്തിലുണ്ട്. ഒരു എക്കണോമിക് പ്രിൻസിപ്പിളാണ്, പൊളിറ്റിക്കൽ പ്രിൻസിപ്പിളാണ്. പക്ഷേ ഈ ഒരു ക്രിമിനോളജിയുടെ ആസ്പെക്റ്റിലും ഈ മാർക്സിസ്റ്റ് തിയറിക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് എപ്പോഴും മാർക്സിസ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കാവുന്ന പോലെ നമുക്ക് ഈ ബൂർഷയും പ്ലോറിറ്റേറിയനും ആണല്ലോ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം റിച്ചും പവർഫുള്ളുമായിട്ടുള്ള ആൾക്കാർ സാധാരണക്കാരെ, പാവപ്പെട്ട ദാരിദ്ര്യരായിട്ടുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്
കുറ്റങ്ങളും കുറ്റവാളികളും ഉണ്ടാക്കുന്നത്. അതായത് ഈ തിയറി ഇത്രയേ പറയുന്നുള്ളൂ, ഇനീക്വാളിറ്റി എക്സ്പ്ലോയിറ്റേഷനുമാണ് കുറ്റം ഉണ്ടാക്കുന്നത്, കുറ്റവാളിയെ ഉണ്ടാക്കുന്നത്. ക്രൈം ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീക്വാളിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളതാണ് മാർക്സിസ്റ്റ് തിയറി. അപ്പോൾ ഇതൊരു സോഷ്യോളജിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. പക്ഷേ സോഷ്യോളജിക്കൽ തിയറി സമൂഹം മൊത്തമായിട്ടാണ് ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കി മാറ്റുന്നതെന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പറയുന്നത് സമൂഹം മൊത്തമായിട്ടല്ല, സമൂഹത്തിലെ ധനികരായിട്ടുള്ള ആളുകളാണ് പാവപ്പെട്ടവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ധനികരായിട്ടുള്ള ആൾക്കാർ കുറ്റം ചെയ്താൽ അവരെ ഈ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുകയും സാധാരണ ആൾക്കാരെ കുറ്റക്കാരാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. അതായത് കുറ്റം ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്, ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് ഈ ക്രിമിനൽസിനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് തിയറി. അതാണ് കോൺഫ്ലിക്റ്റ് തിയറി. റിച്ച് ആൻഡ് പവർഫുൾ മേക്ക് ലോസ് ടു കൺട്രോൾ പുവർ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് സ്കാംസ് പോലെയുള്ള സത്യത്തിൻ്റെ സ്കാമൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും. സത്യം എന്ന് പറഞ്ഞൊരു IT കമ്പനി ഉണ്ടായിരുന്നു. 2009 അവർ ഒരു തട്ടിപ്പ് അവരുടെ പുറത്തു വന്നു. അതിനകത്ത് അവർ ഈ കണക്കുകളിലൊക്കെ ഉള്ള തരികിട കാണിച്ചിട്ട് ഒരുപാട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സത്യം സ്കാം. അപ്പോൾ നമ്മൾ ഇൻ ഡെപ്തിൽ ഇനിയും കാണുന്നുണ്ട്. അപ്പോൾ ആ സത്യം സ്കാം പോലെയുള്ള വലിയ കോടികളുടെ അഴിമതി അല്ലെങ്കിൽ കോടികളുടെ തട്ടിപ്പ് പോലെയുള്ള ആൾക്കാർ, കാശുള്ളവർ ചെയ്യുന്ന തട്ടിപ്പുകൾക്ക് ചെറിയ പണിഷ്മെൻറ്റ് കിട്ടുകയും ദാരിദ്ര്യമുള്ള സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് വലിയ പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അതെല്ലാം ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാര്യം നിയമം ഉണ്ടാക്കുന്നത് സാമ്പത്തിക നിലയിൽ ഉന്നത നിലയിലുള്ളവരുടെ സ്വാധീനത്തിലാണ് നിയമം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഈ മാർക്സിസ്റ്റ് തിയറി പറയുന്നത്. അപ്പോൾ ഒരു കടയിലെ ഒരു 10 രൂപ വിലയുള്ള ഒരു ഭക്ഷണം ആരെങ്കിലും മോഷ്ടിച്ചാൽ, അല്ലെങ്കിൽ 100 രൂപയുടെ ഭക്ഷണം മോഷ്ടിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ പലപ്പോഴും ഈ 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആൾക്ക് കിട്ടിയതിനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. അപ്പം തെറ്റുകൾ പലപ്പോഴും സംഭവിക്കുന്നത്, കുറ്റവാളികളായി മാറുന്നതും പലപ്പോഴും സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരാണ്. അതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ മുകളിലെ തട്ടിലുള്ളവരാണ് എന്നുള്ളതാണ്. ആ ഒരു ക്ലാസ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുറ്റവും എന്നാണ് മാർക്സിസ്റ്റ് തിയറി. അപ്പം അതും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും ശരിയായ ഒരു തിയറിയല്ല. ഇതും പല കാര്യങ്ങൾ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളൊരു തെറ്റെന്ന് പറഞ്ഞാൽ മാർക്സിൻ്റെ ഈ തിയറിയിൽ കുറ്റവാളികളായിട്ട് പോർട്രേ ചെയ്തിരിക്കുന്നത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയിലെ താഴെയുള്ള ആൾക്കാരാണ് കുറ്റം ചെയ്യുന്നത്. അവർ കുറ്റം ചെയ്യാൻ കാരണം റിച്ചായിട്ടുള്ള ആൾക്കാരുമാണെന്നുള്ളതാണ്. റിച്ചായിട്ടുള്ളവരുടെ കുറ്റം പുള്ളി അങ്ങനെ ഇതിനകത്ത് കണ്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ്, ഈ സ്വാധീനമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള, ഇപ്പോൾ ബൂർഷ്വാസികളെന്ന് വിളിക്കാവുന്ന ആൾക്കാർ ചെയ്യുന്ന ക്രൈമുകളെ ഇതിനകത്ത് അത്ര ഈ തിയറി അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ക്രൈം എല്ലാവരും ചെയ്യുമെന്നുള്ളതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ക്രൈം ചെയ്യും, പൂറായിട്ടുള്ള ആൾക്കാരും ക്രൈം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈമിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രഷർ കൊണ്ടുണ്ടാവുന്ന ക്രൈം അല്ല. എല്ലാ ക്രൈമുകളും സാമ്പത്തിക ക്രൈമുകളും അല്ല. ഇപ്പം ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ആൾ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു റീസണിൽ ഒരാളെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലാം, അല്ലേ, അല്ലെങ്കിൽ റേപ്പ് ചെയ്യാം. അതൊന്നും ഒരു എക്കണോമിക് റീസണിലുള്ള ഒരു ക്രൈം അല്ല. ഇപ്പോൾ കമ്മ്യൂണിസം ഒരു പ്രൈമറിലി ഒരു എക്കണോമിക് തിയറിയും കൂടെയാണ്. അപ്പം എക്കണോമിക് റീസണിലോ ഒരു ക്ലാസ് സ്ട്രഗിൾ കൊണ്ടുള്ള ക്രൈമുകളല്ല. വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും മറ്റ് പല റീസൺസിലും ക്രൈം ചെയ്യാം. അവർ ഫ്രോഡ് നടത്താം, പേഴ്സണൽ റിവെഞ്ച് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കോൺഫ്ലിക്റ്റ് തിയറി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് തിയറി പൂർണ്ണമായും അക്നോളജ് ചെയ്യുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിമർശനം. ഇനി അടുത്ത സ്കൂൾ എക്കോളജിക്കൽ തിയറി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറി. അതിനെ ഷിക്കാഗോ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1920 ശേഷമാണ് ഈ എക്കോളജിക്കൽ തിയറി വരുന്നത്. അപ്പോൾ ഈ തിയറി പറയുന്നത് അർബൻ എൻവയോൺമെൻറ്റിലെ നഗര പരിതസ്ഥിതികളിലെ
ഒരു ബ്രോക്കൺ കമ്മ്യൂണിറ്റിയായിട്ട് ശിഥിലമായ കമ്മ്യൂണിറ്റികളാണ് ക്രൈമുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നഗരങ്ങളിലൊക്കെയുള്ള ചേരി പ്രദേശത്തിലുള്ള ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ബ്രോക്കൺ കമ്മ്യൂണിറ്റികൾ, ഒരു വീക്കായിട്ടുള്ള സോഷ്യൽ ബോണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടുതലായിട്ടുള്ള കുറ്റങ്ങളും കുറ്റവാളികളും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരു പരിതസ്ഥിതിയിൽ വരുന്നൊരു മാറ്റമാണ് അല്ലേ. അപ്പോൾ അർബൻ ഏരിയയിലേക്ക് കൂടുതൽ ആൾക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റം വന്നു, അവിടുത്തെ രീതിയിലൊക്കെ ഒരു മാറ്റം വന്നു. ഇപ്പം ഗ്രാമപ്രദേശത്ത് നിന്ന് നഗരങ്ങളിലേക്ക് പലരും ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ നഗരത്തിൽ വീടില്ല. അപ്പോൾ അവർ പലരും ചേരി പ്രദേശത്ത് താമസിക്കുന്നു, അവിടുത്തെ സിസ്റ്റം താറുമാറാവുന്നു. അവിടെ അങ്ങനെ ഒരു ക്രൈമുണ്ട്. അപ്പോൾ എക്കോളജിയിൽ വരുന്ന ഒരു മാറ്റമാണ്, എൻവയോൺമെൻറ്റിൽ വരുന്നൊരു മാറ്റമാണ്. അപ്പം അവിടെയുള്ള പ്രശ്നങ്ങളാണ് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് കാരണമെന്ന് പറയുന്നതാണ് ഷിക്കാഗോ സ്കൂള് അല്ലെങ്കിൽ എക്കോളജിക്കൽ തിയറി. അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് മുംബൈയിലെ ധാരാവി എന്നുള്ള ധാരാവി എന്നുള്ള ചേരി പ്രദേശത്ത് വളരെ ഡെൻസിലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ചേരി പ്രദേശമാണ്. അപ്പോൾ അവിടെ ഉയർന്ന നിലയിലുള്ള തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മോഷണം, അതേപോലെയുള്ള ഗ്യാങ് ആക്ടിവിറ്റികൾ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അവിടുത്തെ ഒരു വീക്കായിട്ടുള്ള സോഷ്യൽ ബോണ്ടുകൾ, ഒരു ബ്രോക്കൺ കമ്മ്യൂണിറ്റികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഇതും ഈ പറഞ്ഞതുപോലെ ഒരു പരിസ്ഥിതിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നത് ഇതൊരു എക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. വ്യക്തിയുടെ ഒരു ഫ്രീ വില്ല് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ സ്ലമ്മിലുള്ള എല്ലാവരും കുറ്റവാളികളായി മാറിയാണ്. അങ്ങനെ ആവുന്നില്ല. സ്ലമ്മിൽ ഇത്രയും പ്രശ്നം ഉള്ളപ്പോഴും അവിടെ കുറച്ച് പേര് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താ, ആ വ്യക്തികൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എക്കോളജിക്കൽ തിയറിയുടെ ഒരു ക്രിറ്റിസിസം. ഇനി ഫെമിനിസ്റ്റ് ക്രിമിനോളജിയിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇതാണ് 9ാമത്തെ സ്കൂള്. ഈ ഫെമിനിസ്റ്റ് ക്രിമിനോളജി കുറച്ചുകൂടെ ലേറ്ററായിട്ട് വന്ന ഒരു സ്കൂളാണ്. 1970 ശേഷമാണ് ഇതിന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നത്. അപ്പോൾ ഫെമിനിസം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത എന്നുള്ളൊരു വാദമാണല്ലോ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഒരു സ്ത്രീ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു സ്കൂളാണ്. ഈ സ്കൂളിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ സ്കൂളിലെ ഫോളോവേഴ്സ് ഒരു സ്ത്രീ പക്ഷത്ത് നിന്നാണ് ഈ ക്രൈമിനെ കാണുന്നത്, സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് കാണുന്നത്. അപ്പം ആ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി കാരണമാണ് ക്രൈം ഉണ്ടാവുന്നതെന്നാണ് ഈ ഒരു ഫെമിനിസ്റ്റ് സ്കൂൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ കുറച്ച് കുറ്റങ്ങളെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഒരു വാദം. എന്തുകൊണ്ടാണ്? അവരുടെ സോഷ്യൽ കണ്ടീഷനിങ്ങും അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടും സ്ത്രീകൾ ഇന്ന ജോലികൾ ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് അവർ ആ ജോലി മാത്രം ചെയ്യുന്നതുകൊണ്ടും അധികം ക്രൈംസ് ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ താരതമ്യം ചെയ്താൽ കൂടുതൽ കുറ്റവാളികളായിട്ട് മാറുന്നത് നമ്മുടെ ജയിലുകളിൽ നോക്കിയാലോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ നോക്കിയാലോ ആരാണ് കൂടുതൽ കുറ്റം ചെയ്യുന്നത്? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഒരു 80% അല്ലെങ്കിൽ 90% എങ്കിലും പുരുഷന്മാരാണ് പലപ്പോഴും ജയിലുകളിൽ കിടക്കുന്നത്. കുറ്റങ്ങൾ ചെയ്യുന്നതായിട്ട് വരുന്ന കേസിലും പുരുഷന്മാരാണ്. അപ്പോൾ കൂടുതൽ വയലൻസ് കാണിക്കുന്നത് പുരുഷന്മാരാണെന്ന് കാണാം അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർ കാണിക്കുന്നു, സ്ത്രീകൾ അത്രയും സ്ത്രീകൾ കാണിക്കുന്നുണ്ട്? നമ്മൾ ഗ്രീഷ്മയുടെ കേസൊക്കെ പറഞ്ഞു, പോയിസണിങ് കൊടുക്കുന്നത് പോലെയുള്ള. പക്ഷേ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ന്യൂനപക്ഷമാണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്. കൂടുതൽ ക്രൈംസും ചെയ്യുന്നത് ആണുങ്ങളാണ്. അപ്പോൾ ആണുങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, സ്ത്രീകൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അപ്പോൾ സ്ത്രീകൾ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം അവരെ സോഷ്യലി അങ്ങനെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. കുറ്റം ചെയ്യുന്ന തരത്തിലേക്ക് അവരെ പോകുന്നില്ല. അവർക്ക് വ്യക്തമായ റോളുകളുണ്ട്. നിങ്ങൾ ഇന്ന ജോലികളാണ് ചെയ്യേണ്ടത്. പലപ്പോഴും അവരെ അടുക്കളയിലുള്ള ചില ജോലികളിലേക്ക് ഇടപെട്ടിരിക്കുകയാണ്. അവർക്ക് അവസരങ്ങളില്ല. അവസരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കുറ്റം ചെയ്യാനുള്ള അവസരം പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പലപ്പോഴും ഒരു ഇരകളാണ്. അവർ കുറ്റവാളികളായിട്ട് മാറുന്നില്ല, കുറ്റം ചെയ്യുന്നവരായിട്ട് മാറുന്നില്ല, കുറ്റത്തിൻ്റെ ഇരകളായി മാറുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളാണ് കൂടുതൽ ഇരകൾ. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെയും സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെയും ഒക്കെ ഇരകൾ സ്ത്രീകളാണ്. അപ്പം ആസിഡ് അറ്റാക്കുകളുടെ വിക്ടിംസാണ്. അപ്പോൾ ഒരു മെയിൽ ഡോമിനൻസ് സൊസൈറ്റിയിൽ ഉള്ളത് കൊണ്ട് ഈ ആണുങ്ങളാണ് കുറ്റം മുഴുവൻ ചെയ്യുന്നത്. നമ്മളിപ്പം മാർക്സിസ്റ്റ് തിയറിയിൽ ഈ റിച്ചും അഫ്ലുവൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാരണം സാധാരണ ആൾക്കാർ കുറ്റം ചെയ്യുന്നു എന്ന് പറയുന്നതിന് പോലെ ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ കുറ്റം ചെയ്യുന്നത് മുഴുവൻ ആണുങ്ങളാണെന്നും അതിൻ്റെ ഇരകളാണ് സ്ത്രീകളും എന്നുള്ളൊരു വാദമാണ് ഫെമിനിസ്റ്റ് സ്കൂൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഫെമിനിസ്റ്റ് സ്കൂൾ അനുസരിച്ച് സ്ത്രീകൾ അങ്ങനെ കുറ്റം ചെയ്യാറേയില്ല. കുറ്റം ചെയ്യുന്നത് മുഴുവൻ ആണുങ്ങളാണ്. അവരുടെ ഒരു മെയിൽ ഡോമിനൻസ് ആണ്, ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്, ജെൻഡർ ഇനീക്വാലിറ്റിയും സോഷ്യൽ കണ്ടീഷനിങ്ങും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണുങ്ങളാണ് കുറ്റം ചെയ്യുന്നത്. അപ്പോൾ ആണുങ്ങളെ തിരുത്തിയാൽ മതി കുറ്റം ചെയ്യാതിരിക്കാനായിട്ട്, സ്ത്രീകളെ തിരുത്തേണ്ട ആവശ്യമില്ല. ആണുങ്ങളെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ കുറ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളതാണ് ഇവിടെ. അപ്പം സ്ത്രീകളെ ഒരു വിക്ടിമാക്കി മാത്രം മാറ്റുകയാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ ഒരു പോരായ്മ അത് തന്നെയാണ്. സ്ത്രീകളിലും ക്രിമിനൽ ബിഹേവിയർ ഉണ്ട്. സ്ത്രീകളിലെ ക്രിമിനൽ ബിഹേവിയർ കാണാതെ പോവുകയും ആണുങ്ങളാണ് എല്ലാ കുറ്റം ചെയ്യുന്നതെന്നും പറഞ്ഞു വയ്ക്കുന്ന ഒരു സ്കൂളാണ് ഈ ഫെമിനിസ്റ്റ് സ്കൂൾ, ഫെമിനിസ്റ്റ് ക്രിമിനോളജി. അപ്പോൾ സ്ത്രീകളിലെ ഈ ഗ്രീഷ്മയെ പോലെയുള്ള ക്രൈംസ് അത് കാണാതെ പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും കാണുന്നുണ്ട് സ്ത്രീകളും കുറ്റം ചെയ്യാറുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ ആണുങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ പോലെയല്ല. ആണുങ്ങളുടെ പല ക്രൈംസും വയലൻറ്റ് ക്രൈംസ് ആണ്. സ്ത്രീകളുടെ ക്രൈംസ് പലപ്പോഴും അത്ര വയലൻ്റ് അല്ല, പലപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ആ ജോളിയുടെ കേസില്ലേ, ഈ സൈനൈഡ് പോയിസണിങ് പോലെ ഒരു ഫാമിലിയിലുള്ള കുറേ ആൾക്കാരെ കൊന്നത് മുഴുവൻ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ പോയിസണിങ് പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിന്ന്, അവർ പലപ്പോഴും അടുക്കളയിലോ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ അവിടെ നിന്ന് പോയിസണിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. അവർ ആ രീതിയിലാണ്. അവരൊരാളെ പലപ്പോഴും ഒരു തോക്കെടുത്ത് പിടിവിച്ച് കൊന്നോ വടി കൊണ്ട് അടിച്ചു കൊന്നോ പോലെയുള്ള വയലൻറ്റ് ക്രൈമുകളേക്കാളും കൂടുതൽ ഇതുപോലെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതികളിലോ അല്ലെങ്കിൽ സൈലൻറ്റ് രീതിയിലോ പോയിസണിങ് പോലെയുള്ള മാർഗങ്ങളിലൂടെയോ കൊല്ലുന്ന രീതികൾ പലപ്പോഴും സ്ത്രീകൾ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ ആരുടെയെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ സഹായത്തോടു കൂടിയായിരിക്കും ക്രൈം നടത്തുന്നത്. അവർ സഹായത്തിന് ആരെങ്കിലും വിളിക്കും. അവരെക്കാളും ഫിസിക്കൽ കേപ്പബിലിറ്റി കൂടിയ ഒരാളെ ഇല്ലാതെയാക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരാളെ സഹായത്തിന് വിളിച്ച് അയാൾ ത്രൂ ആയിരിക്കും, കൊട്ടേഷൻ കൊടുക്കും, ഗുണ്ടാ സംഘങ്ങളെ വിളിക്കും, അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെയും സ്ത്രീകൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. പുരുഷന്മാരുടെ അത്ര ഉണ്ടാവില്ലായിരിക്കും. എന്നാലും ഈ ഫെമിനിസ്റ്റ് ക്രിമിനോളജിയുടെ ഒരു പോരായ്മ അല്ലെങ്കിൽ പരാജയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഈ ക്രിമിനൽ വാസന ഏതാണ്ട് അത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് ക്രൈംസ് മുഴുവൻ ചെയ്യുന്നത് ആണുങ്ങളാണെന്നും അതുകൊണ്ട് ആണുങ്ങളെയാണ് റിഫോർമേഷനിലേക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞു വെച്ച ഒരു സ്കൂളാണ് ഈ ഫെമിനിസ്റ്റ് ക്രിമിനോളജി എന്ന് പറയുന്നത്. ഇനി പുതിയ ക്രിമിനോളജി ഇതുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ക്രിമിനോളജിയുടെ സ്കൂള് ഏതാണ്ട് തീരും. അപ്പോൾ അതോടുകൂടി ആദ്യത്തെ മോഡ്യൂളും കഴിയും. അത് കഴിഞ്ഞ് ഇനി പല പല മോഡ്യൂളുകളുണ്ട്. എന്നാൽ ആദ്യത്തെ മോഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ആദ്യ മോഡ്യൂളിൻ്റെ അവസാനമായി പറയുന്നത് ഈ 10ാമത്തെ ഒരു സ്കൂൾ ഓഫ് ക്രിമിനോളജിയാണ്. അതാണ് ന്യൂ ക്രിമിനോളജി. ആ ന്യൂ ക്രിമിനോളജിയെ ക്രിട്ടിക്കൽ ക്രിമിനോളജി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ക്രിമിനോളജി എങ്ങനെയാണ് ക്രൈമിനെ നോക്കിക്കാണുന്നത്, ക്രിമിനൽ ബിഹേവിയറെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ന്യൂ ക്രിമിനോളജി, പുതിയ ക്രിമിനോളജി ക്രൈമിനെ നോക്കിക്കാണുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ അകത്ത് ഒരു സോഷ്യൽ ജസ്റ്റിസ്, പവർ സ്ട്രക്ചേഴ്സ്, ക്യാപിറ്റലിസം ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് പൂർണ്ണമാണെന്ന് അർത്ഥമൊന്നുമില്ല. ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ നീതിയുടെ ഒരു കണ്ണാടിയും അതുപോലെ സമൂഹത്തിലെ പവർ സ്ട്രക്ചേഴ്സും ക്യാപിറ്റലിസവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ മാർസിൻ്റെ തിയറി പറഞ്ഞതുപോലെ ഏറെക്കുറെ ഈ പല നിയമങ്ങളും സമൂഹത്തിലെ എലൈറ്റ് ക്ലാസ് ലോവർ ക്ലാസ്സിനെ സപ്രസ് ചെയ്യാനായിട്ടുണ്ടാക്കിയ നിയമങ്ങളാണെന്നും ആ നിയമങ്ങൾ തന്നെയാണ് കുറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്നുമാണ് ഈ തിയറി പറയുന്നത്. പുതിയ തിയറി ക്രിട്ടിക്കലാണ്. നിയമങ്ങളെ വിമർശിക്കുകയാണ്. നിയമങ്ങളാണ് കുറ്റവാളികളെ ഉണ്ടാക്കുന്നത്. ഇത്രയും കർശനമായ നിയമങ്ങളല്ല, ഈ തരത്തിലല്ല നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഈ നിയമങ്ങൾ കാരണമാണ് കുറ്റമാണ്. നിയമം കാരണം കുറ്റം ഇല്ലാതെയാവുമല്ല, പുതിയ കുറ്റം ഉണ്ടാക്കപ്പെടുകയാണ് എന്നുള്ളതാണ് പുതിയ തിയറി. അപ്പോൾ ഇതാണ് ന്യൂ ക്രിമിനോളജി. അപ്പോൾ ഇത് ആ കാർൽ മാർക്സിൻ്റെ തിയറിയുടെ അടുത്ത് നിൽക്കുന്ന കാര്യമാണ്. ക്രൈം എന്ന് പറയുന്നത് ക്ലാസ് ഒപ്രഷൻ്റെ ഒരു റിയാക്ഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒപ്രസ് ചെയ്യപ്പെട്ട ക്ലാസ് തിരിച്ച് അടിക്കുകയാണ്, അതാണ് ക്രൈം. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം നേരെ ഒരു ബന്ധമില്ല, എന്നാൽ ബന്ധപ്പെടുത്തി ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം ആലോചിക്കാം. അപ്പോൾ ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹം നിങ്ങളൊന്ന് ആലോചിക്കുക. 1930 ദണ്ഡി സത്യാഗ്രഹം. അപ്പോൾ അന്നത്തെ നിയമം അനുസരിച്ച് ഇന്ത്യക്കാർക്ക് ഉപ്പ് ഉണ്ടാക്കാനുള്ള അവകാശമില്ല. അപ്പോൾ അന്നത്തെ നിയമം അതാണ്. അപ്പോൾ ആ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എലൈറ്റ് ക്ലാസ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു നിയമമാണ്. ആ നിയമം വഴി ആൾക്കാർക്ക് ഉപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, അതിനുള്ള അവകാശമില്ല.
അപ്പോൾ ഗാന്ധി എന്ത് ചെയ്ത് ആ ഓപ്പറേഷനെ എതിർക്കുകയാണ്, നിയമം ലംഘിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ക്രൈമാണ് അവിടെ നടക്കുന്നത്. അന്നത്തെ കാലത്ത് അതൊരു ക്രൈമാണ്. അപ്പോൾ ക്രൈം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ടല്ലേ അവിടെ ഒരു ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നിയമം ആരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ക്രൈം ഉണ്ടാവാനും കുറ്റവാളികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പവർ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന നിയമങ്ങളാണ്. ഈ നിയമം തന്നെയാണ് കുറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ന്യൂ ക്രിമിനോളജി പറയുന്നത്. അപ്പം പലപ്പോഴും ഈ കുറ്റം ഉണ്ടാക്കാനായിട്ടുള്ള പല നിയമങ്ങൾ സർക്കാരും അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള ആൾക്കാരും ധനികരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ സ്വാധീനത്തിൽ ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പലപ്പോഴും ഇരകളാവുന്നത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഇരകളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ നിയമങ്ങളാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വശം. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൈബർ ക്രൈമുകൾ, അപ്പം പലപ്പോഴും എക്കണോമിക് ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. അപ്പം അതായത് നിയമം എന്തിനെതിരെ പോകുന്നു? എക്കണോമിക് ഫ്രോഡിനെതിരെ പോകുന്നു. പക്ഷേ ഓൺലൈനായിട്ടുള്ള പല ഹരാസ്മെൻറ്റിനെയും നിയമം നിഗ്ലക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ചില ആൾക്കാർക്കെതിരെ നിയമം ഉണ്ടാക്കി വയ്ക്കുന്നു. അപ്പോൾ അത് മിസ്യൂസ് ചെയ്തിട്ട് പല ക്രൈമുകളും ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല ഇതിൻ്റെ ഈ ന്യൂ ക്രിമിനോളജിയുടെ ആസ്പെക്റ്റായിട്ട് ആലോചിക്കാം, കണക്ട് ചെയ്ത് ആലോചിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എഴുതപ്പെട്ട് വെക്കുകയാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആരൊക്കെയോ ആ നിയമം അറിയാവുന്ന സമൂഹത്തിൽ സ്വാധീനമുള്ളവർ സ്ത്രീകളുടെ പേരിൽ ആ നിയമം മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ പോസ്കോ പോലെയുള്ള നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ന്യൂ ക്രിമിനോളജിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ആ നിയമത്തെ മിസ്യൂസ് ചെയ്യപ്പെട്ട് ആ നിയമം ഉണ്ടാക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണോ അതിനകത്ത് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് എന്നാണ് ഈ സ്കൂൾ പറയുന്നത്. അതായത് ചില ആൾക്കാരെ അത് മിസ്യൂസ് ചെയ്യപ്പെട്ട് ചില ആൾക്കാരെ ഒതുക്കാനും പാർശ്വവൽക്കരിക്കപ്പെടാനും അല്ലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറ്റവാളികളാക്കാനുമായിട്ട് ഈ നിയമങ്ങൾ എഴുതപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ ന്യൂ ക്രിമിനോളജി പറയുന്നത്. ഇതൊരു ക്രിട്ടിക്കൽ ക്രിമിനോളജി എന്നുള്ള ആംഗിളിലും ഇതിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മോഡ്യൂള് നമുക്ക് നിർത്തുകയാണ്. അപ്പം എല്ലാ മോഡ്യൂളുകളും കൂടെ ഇന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്തടുത്ത മോഡ്യൂളുകൾക്ക് വേണ്ടി അടുത്തടുത്ത ക്ലാസ്സുകൾ ഇടാം. എന്നാലും ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ കണ്ടതെന്താണ്? ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് പെട്ടെന്ന് സൈക്കോളജി പോലെയോ ബയോളജിയോ പോലെയോ ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. സൈക്കോളജിയും ബയോളജിയും പോലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫീൽഡല്ല. അതിനകത്തെല്ലാം ഇൻ്റർ കണക്ഷൻ ഉണ്ട്. എന്നാലും ഇങ്ങനെയുള്ള പല ഫീൽഡുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു പഠനശാഖയാണ് ക്രിമിനോളജി. അതിനകത്ത് നിയമമുണ്ട്, മനഃശാസ്ത്രമുണ്ട്, സമൂഹശാസ്ത്രമുണ്ട്, ഫോറൻസിക്സ് ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ക്രിമിനോളജി വരുന്നത്. അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ബ്യൂട്ടിയും. അതായത് പല കാര്യങ്ങൾ ചേർത്ത് നമ്മൾ വെച്ച് ആലോചിച്ച് ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ക്രിമിനോളജിയുടെ തുടക്കകാലത്ത് ഒരു ക്രൈം ഉണ്ടാവുന്നത് ഈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ആണ്. ഭൂതപ്രേത പിശാചുക്കളാണ് ക്രൈം ഉണ്ടാക്കുന്നിടത്തുനിന്ന് തുടങ്ങി. ക്ലാസിക്കൽ കാലഘട്ടത്തിൽ അതിൻ്റെ ഫ്രീ വില്ലിൻ്റെ കാര്യങ്ങൾ അക്നോളജ് ചെയ്തു. അത് കഴിഞ്ഞ് നിയോ ക്ലാസിക്കലിൽ അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി. പിന്നെ പോസിറ്റീവ് സ്കൂളുകളും ക്ലിനിക്കൽ സ്കൂളുകളും അതുപോലെ സോഷ്യോളജിക്കൽ സ്കൂളുകളും മാർസിൻ്റെ സ്കൂളുകളും ഒക്കെ വന്ന് എക്കോളജിക്കൽ സ്കൂള്, അതിനുശേഷം ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ഈ ന്യൂ ക്രിമിനോളജി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ക്രിമിനോളജി, നിയമങ്ങൾ തന്നെയാണ് ക്രിമിനൽസിനെ ഉണ്ടാക്കുന്നത് എന്നുള്ള ലെവലിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സ്കൂളും ഓരോ പെർസ്പെക്റ്റീവാണ് തരുന്നത്. നമ്മളൊരു ടെലിസ്കോപ്പിൽ കൂടെ അല്ലെങ്കിൽ ഒരു ബൈനോക്കുലറോട് നോക്കുമ്പം ഒരു സ്ഥലത്തോട്ട് നോക്കുമ്പോൾ ഒരു കാര്യമാണ്, ഇതുകൊണ്ടാണ് ക്രൈം ഉണ്ടാകുന്നത്. മറ്റേ സ്ഥലത്തോട്ട് നോക്കുമ്പോൾ വേറൊരു കാര്യം കൊണ്ടാണ് ക്രൈം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ പല സ്കൂളുകളിലൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ ഒരു മുഴുവൻ പിക്ചർ എടുത്തുള്ളൂ. നമ്മൾ ഒരു സ്ഥലത്തോട്ട് നോക്കിയാൽ ഒരു കാര്യം കാണും, മറ്റേ സ്ഥലത്തോട്ട് നോക്കിയാൽ ഇത് കണ്ടാണ് ക്രൈം, അടുത്ത സ്ഥലത്ത് നോക്കിയാൽ വേറെയാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഈ ഓരോ സ്കൂളുകളെയും വ്യത്യസ്തമായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം എന്നാൽ പുതിയ ക്രിമിനോളജികൾ എന്താണ്? ഈ പല തിയറികളും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ചില തിയറി അനുസരിച്ച് വ്യക്തി ഉണ്ടാവുമ്പോഴേ അവർ കുറ്റവാളികളായി ജനിക്കുന്നു എന്ന് പറയുമ്പം സോഷ്യോളജിക്കൽ ബയോളജിക്കൽ തിയറി അല്ലെങ്കിൽ പോസിറ്റീവ് തിയറി പറയുന്നത് ചില വ്യക്തികൾ ഉണ്ടാവുമ്പോഴേ ഇൻഡിവിജ്വൽസ് തന്നെയാണ് ക്രിമിനൽ ആയിട്ട് മാറുന്നത്. ഇൻഡിവിജ്വൽ വേറെ സമൂഹത്തെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, വ്യക്തി തന്നെയാണ് കുറ്റവാളിയാവാനുള്ള കാരണം മുഴുവൻ വ്യക്തി തന്നെയാണ്. പക്ഷേ സോഷ്യോളജിക്കൽ സ്കൂൾ പറയുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, സൊസൈറ്റിയാണ് ക്രിമിനൽസിന് ഉണ്ടാകുന്നത്, സൊസൈറ്റിയുടെ പ്രശ്നങ്ങളും ഉണ്ടാണെന്ന് പറയുന്നു. അപ്പം മോഡേൺ ക്രിമിനോളജി പറയുന്നത് വ്യക്തിയുമല്ല സൊസൈറ്റിയുമല്ല, ഈ നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ക്രിമിനൽസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നിയമം തന്നെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല പെർസ്പെക്റ്റീവാണ്. അപ്പോൾ മോഡേൺ ക്രിമിനോളജി പല കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഒരു ക്രിമിനൽ ബിഹേവിയർ ആലോചിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയ ക്രിമിനോളജിയിൽ പണിഷ്മെൻ്റ് എന്നുള്ളൊരു ആംഗിൾ മാത്രമല്ല,
അപ്പം ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, ക്രിമിനൽസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, ക്രിമിനൽസിനെയോ വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലെ റിഫോംസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പുതിയ ചിന്താഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ മോഡ്യൂള് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മോഡ്യൂളാണ് നമുക്കിപ്പം തീർക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള പ്രധാന ടേക്ക് അവേ നമ്മൾ ഈ ക്ലാസ് തീർത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്, ക്രൈം എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുന്നത് ക്രിമിനൽ ലോയിലാണ്. അത് ക്രിമിനോളജിയിലല്ല, ക്രിമിനൽ ലോയിലാണ് ക്രൈം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു ആക്ടസ് റിയയും വേണം, മെൻസ് റിയയും വേണം. ആക്ടസ് റിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗിൽറ്റി ആക്ഷൻ വേണം. മെൻസ് റിയ എന്ന് പറഞ്ഞാൽ ഒരു ഗിൽറ്റി മൈൻഡ് വേണം. ഗിൽറ്റി മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നോളജും വേണം, ഇൻറ്റൻഷനും വേണം. അപ്പോൾ ഇൻറ്റൻഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ആലോചിക്കണം, ഇൻറ്റൻഷനും മോട്ടീവും രണ്ടാണ്. ഇൻറ്റൻഷൻ നിർബന്ധമായിട്ടും വേണം ഒരു ക്രിമിനൽ ഒരു ആക്ഷൻ ക്രൈം ആണെന്ന് പറയാൻ. പക്ഷെ മോട്ടീവ് അവിടെ പ്രസക്തമല്ല. മോട്ടീവ് നല്ലതാണെങ്കിൽ പോലും ഇൻറ്റൻഷനോടുകൂടിയാണ് ക്രൈം ചെയ്യുന്നതെങ്കിൽ അവിടെ പണിഷ്മെൻറ്റ് കിട്ടും. എന്നാൽ തിരിച്ച് അവിടെ മോട്ടീവ് മോശമാണെങ്കിൽ പോലും അവിടെ ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ ക്രൈം കിട്ടില്ല. അപ്പം ഇൻറ്റൻഷനും മോട്ടീവും വ്യത്യാസമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ക്രിമിനോളജി എന്താണെന്നും പീനോളജി എന്താണെന്നും ക്രിമിനൽ ലോ എന്താണെന്നും അതേപോലെ വിക്ടിമോളജി എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളും അത് തമ്മിലുള്ള ബന്ധവും നമ്മൾ കണ്ടു. പലതരത്തിലുള്ള സ്കൂളുകൾ കണ്ടു, അതിൻ്റെ ഒരു എവല്യൂഷൻ കണ്ടു. ആ പഴയ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളിൽ നിന്ന് മോഡേൺ ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് തിയറികളിലേക്ക് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിവെൻഷനും റീഹാബിലിറ്റേഷനും പോളിസി റിഫോംസ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇതേപോലെയുള്ള ഒരു 4-5 ക്ലാസ്സുകളെങ്കിലും ഇനിയുണ്ട്. അതിനേക്കാളും കൂടുതൽ ഡെപ്ത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ഡെപ്തിൽ ഉള്ള കാര്യങ്ങൾ അവിടെയും പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഏറെക്കുറെ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത മോഡ്യൂള് ക്രൈമിൻ്റെ കാരണങ്ങളാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡ്യൂളാണ്. രണ്ടാമത്തെ മോഡ്യൂള് ക്രൈമിൻ്റെ തിയറികളാണ്. അതിനകത്ത് ഈ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ ക്രൈമിൻ്റെ തിയറികൾ പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് ക്ലാസ് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.